ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. கர்த்தர் ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. ഉന്നത പാട്ട് 5 അധികാരം 9 10. ഉന്നത പാട്ട് 5 അധികാരം 9 10. ഉത്തമഗീതം 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ വെണ്ണയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ஸ்திரீகளுக்குள் ரூபவதியை மற்ற நேசரை பார்க்கிலும் உன் நேசர் எதினால் விசேஷித்தவர்? நீ இப்படி எங்களை ஆணையிட மற்ற நேசரை பார்க்கிலும் உன் நேசர் எதினால் விசேஷித்தவர்? என் நேசர் வெண்மையும் சிவப்புமானவர், 10,000 பேர்களில் சிறந்தவர். கர்த்தர் ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. உன்னுடைய நேசர் மற்ற நேசர்களும் எதிலே விசேஷமானவர்? அவரை பற்றி எங்கள்கிட்ட ஏற்றுக்கொள்ளும்படி அதிகாரம் கட்டளை இடுகிறாய். നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? அவ்வளவு பெரிய விசேஷிக்கப்பட்டவரா அந்த கேள்வியில் கேட்கிறாள். നിന്റെ പ്രിയൻ അത്രയ്ക്കും വിശേഷിക്കപ്പെട്ടതാണോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നു. அந்த கேள்வியில அந்த 3 விதமான பதில் கொடுக்கப்பட்டிருக்கு. ആ ചോദ്യത്തിൽ 3 വിധത്തിൽ ഉത്തരം നൽകപ്പെടുന്നു. அந்த 3 விதமான பதில் கொடுக்கப்பட்டிருக்கு. ഈ ചോദ്യത്തിന് 3 വിധത്തിൽ ഉത്തരം അവിടെ തന്നെ നൽകിയിരിക്കുന്നു. என் நேசர் 10,000 சிறந்தவர். എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ. என் நேசர் 10,000 சிறந்தவரா இருக்கிறார். എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ. അടുത്ത 2 என் நேசர் வெண்மையானவர். 2 എന്റെ പ്രിയൻ വെണ്മയുള്ളവൻ. 3 சொல்லப்பட்டிருக்கு என் நேசர் சிவப்புமானவர். 3 പറഞ്ഞിരിക്കുന്നു എന്റെ പ്രിയൻ ചുവപ്പ് ഉള്ളവൻ. ആണപടിയാൽ എൻ நேசர் 10,000 சிறந்தவர். ആകയാൽ എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ. அதை பற்றி வாசிக்கும் போது ഹെബ്രായ 1-ാം അധ്യായം 3-ാം വചനം വാസിക്കും പൊழுது അതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ അത് അടുത്തപടിയാക വെളിപ്പെടുത്തൽ 12-ാം അധികാരത്തില് 5-ാം വചനം വാസിക്കും പോത് അതിനുശേഷം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ 12-13 കൂടെ അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 5-12-13 വാക്യങ്ങൾ. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ആണപടിയാൽ അവർ ഭൂമിയിലും அந்த வசனங்களை எடுத்து பேச நேரம் இல்ல, பூமியிலும் வானத்திலும் மிகவும் சிறந்தவராயிருக்கிறார். എല്ലാ വചനങ്ങളും വിവരിപ്പാൻ സമയമില്ല. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലും സകല സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നു. അത് ഇമ്മയിലും മറുമയിലും 3 മഹിമയുള്ളവരാ இருந்தார், கணம் பெற்றவராக இருந்தார், வல்லமையுள்ளவரா இருந்தார். അവൻ ഈ ഭൂമിയിലും നിത്യതയിലും സകല മഹത്വവും പ്രാപിച്ചവനും ബലവും ശക്തിയും ബഹുമാനവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യനുമായിരുന്നു. അത് മറ്റുമല്ല, വെളിപ്പെടുത്തൽ 5:13 ഇമ്മയിലും മറുമയിലും സദാകാലങ്ങളിലും ശ്രദ്ധവർ. വെളിപ്പാട് പുസ്തകം 5-13 വാക്യം വായിച്ചാൽ അവൻ ഭൂമിയിലും നിത്യതയിലും മാത്രമല്ല, അവൻ എന്നേക്കും ബലവും മഹത്വവും ബഹുമാനവും അവന് ഉണ്ടായിരിക്കും എന്ന് നാം കാണുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ആണ്ടവർ മാതി ഇമ്മയിലും മറുമയിലും അവരെ പോലെ ഒരുവരുമില്ല, വള്ളമയും കണവും മഹിമ പെറ്റവരായിരുന്നാർ. നമ്മുടെ കർത്താവിനെ പോലെ ഈ ലോകത്തിലും നിത്യതയിലും ശക്തിയും മഹത്വവും ധനവും ബഹുമാനത്തിനും യോഗ്യനായ ഒരുവനും ഇല്ല എന്ന് നാം പൂർണ്ണമായി അറിയുന്നു. ആണപടിയാൽ ഫിലിപ്പിയർ 2-ാം അധ്യായം 9-10 വാസിക്കും പോത് അതുകൊണ്ടാകുന്നു ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ அதனால் தேவன் எல்லாவற்றுக்கும் மேலாக அவர் உயர்த்தினார். അതുകൊണ്ടാകുന്നു പിതാവായ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് നാം കാണുന്നത്. ഭൂമി
பூமியிலும் வானத்திலும் எல்லா பகுதியிலும் எல்லா பூமியின் கீழே வானத்தின் கீழே பூமியின் மேலே எல்லாரும் നാവും യേശു ക്രിസ്തു നാമത്തെ അറിയിക്ക பண்ண വേண்டாം. യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങിയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാം മുളങ്കാലിട്ട് അടിപണിയ വേണ്ട. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുവാൻ പോകുന്നു. ഏനാ അവർ മഹിമയുള്ളവർ, വള്ളമയുള്ളവർ, ഗണപറ്റവർ. എന്തുകൊണ്ടെന്നാൽ അവൻ മഹത്വം പ്രാപിച്ചവൻ, അവൻ ശക്തി പ്രാപിച്ചവൻ, അവൻ ബഹുമാനത്തിനും യോഗ്യൻ. അത് മറ്റുമില്ല, ആണപടിയിനാള് 1000 ദേവദൂതരെ ചുറ്റി നിൽക്കുകയാர்கள். അത് മാത്രമല്ല, അവൻ 1000-10,000 ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവരിലും ശ്രേഷ്ഠൻ. இந்த கன மகிமை வல்லமைக்கும்பா ஒருவரும் கெட்டு போக முடியவில்லை. ഈ അവന്റെ ശക്തിക്കും ബലത്തിനും ബഹുമാനത്തിനും മുമ്പാകെ ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല. ഒരു വല്ലമയ്ക്കും പോക முடியவில்லை. ആർക്കും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുകയില്ല. ആണപടിയിനാള് ഒരുവർ അങ്ങ് പോക முடியாது. അതുകൊണ്ട് ആർക്കും അവന്റെ അടുക്കൽ പോകാൻ കഴിയുകയില്ല. മഹിമയിൻ ഒളിയെന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നു. അവൻ മഹത്വത്തിന്റെ പ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നു. മലയാളത്തിലും കൂടെ ഒരു പാട്ടുണ്ട്. മലയാളത്തിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കും അമർത്യമാണാളൻ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അമർത്യനായവൻ എന്നുള്ളത്. ഒരുവരും പോക முடியாது, ഒരുവരും പോക முடியாது. ആർക്കും അടുത്തുകൂടാത്ത അത്ര ഭയങ്കരമായ വെളിച്ചത്തിൽ നമ്മുടെ വല്ലമയുള്ള ദേവൻ യേശു ക്രിസ്തു ഇപ്പിടിപ്പെട്ട വല്ലമയും അധികാരവും പിതാവായ ദേവന്റെ പെറ്റവർ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല മഹത്വവും ധനവും ബഹുമാനവും സകല നാമത്തിന് മേലായ നാമവും പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണപടിയിനാലെ ഇതുപോലെ കണമും മഹിമയും വള്ളവും വെച്ച് സദാകാലങ്ങളും ആളുകൾ ചെയ്യ മുടിയാതാണ് യേശു ഭൂമിക്ക് വന്ന. അതുപോലെ തന്നെ ഇപ്രകാരം ശക്തിയും ധനവും ബലവും ബഹുമാനവും പ്രാപിച്ച് എന്നേക്കും ജീവനോടിരിക്കേണ്ടതിനാകുന്നു അവൻ ഭൂമിയിലേക്കും ഇറങ്ങി വന്നത്. നാം കൂടെ സദാകാലങ്ങളും അവരെ പോലെ കണമും മഹിമയും വെച്ച് എന്തെണ്ടുമാ ആളുകൾ ചെയ്യ പോകുന്നു. നാമും അവനോടുകൂടി എന്നേക്കും ശക്തിയും ധനവും ജ്ഞാനവും ബഹുമാനവും പ്രാപിച്ച് നമ്മുടെ കർത്താവിനോടുകൂടി വാഴുവാൻ പോകുന്നു. മറ്റ് നേസർക്കാട്ടിൽ വിശേഷിക്കപ്പെട്ടവർ. എന്റെ പ്രിയൻ മറ്റ് പ്രിയന്മാരെക്കാൾ ഏറ്റവും അതിശ്രേഷ്ഠനാകുന്നു. നീങ്ങളും കെട്ടുവനായിരുന്നാൽ അതിൻപടി ജീവിക്കുമ്പടിയാണ് உங்களுக்கு കട്ടളയിടുகிறேன். അതുകൊണ്ട് നിങ്ങളും അതിൻ പ്രകാരം ജീവിക്കേണ്ടതിനായി അത് പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ കൽപ്പിക്കുന്നു. അറിഞ്ഞാണ് ഇപ്പിടിപ്പെട്ടതാണ് യേശുവേ നീ ഏറ്റുകൊള്ളാமல் இருந்தாൽ. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഒരു കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഇതേ അവരെ പോലെ മാറ്റുമുടിയാതെ இந்த ഭൂമിക്ക് വന്നാൽ. അവനെ പോലെ നമ്മെ മാറ്റേണ്ടതിനാകുന്നുവല്ലോ അവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഭൂമിയുടെ வாழ்க்கை ഇന്നോട് മുടിവതല്ല. ഈ ഭൂമിയിലെ ജീവിതം, നമ്മുടെ മനുഷ്യ ജീവിതം ഇതോടുകൂടി പൂർണ്ണമാകുന്നില്ല. ഭൂമിയിലെ എത്രയോ അവതാരങ്ങൾ മഹാന്മാർകൾ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ എത്രയോ അവതാരങ്ങളും എത്രയോ അങ്ങനെയുള്ള വ്യക്തികൾ ഇറങ്ങി വന്നിരിക്കുന്നു. ആണാ നിശ്ചയത്തെ കുറിച്ച് പൂർണ്ണമായ തീരുമാനം ഉറുതി കഴിയാതെ. എന്നാൽ നിത്യത്തിൽ അവർ ഉണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇതുവരെ ഉയർത്തെഴുന്നതും കഴിയാതെ. ഇതുവരെ ഉയർത്തെഴുന്നേറ്റതുമില്ല. അത് പിതാവിന്റെ വലതുവശത്തില് ഉയർത്തെഴുന്നതാക സേവൻ ചൊല്ലുகிறாൻ. യേശു ക്രിസ്തുവോ പിതാവിന്റെ വലതുഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു എന്ന് സ്തേഫാനോസും പറയുന്നു. ഞാൻ പിതാവായ ദേവനുடைய വലതുഭാഗത്തിലെ കുമാരനെ മഹിമയുള്ളവനായി കാണുகிறேன். പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഞാൻ പുത്രനായ യേശുവിനെ തേജസ്സുള്ളവനായി കാണുന്നു. അങ്ങനെ നിത്യം കൊടുക്ക ഒരുവർ ഉണ്ട്, അവർதான் യേശു. പ്രിയമുള്ളവരെ, നിത്യത നൽകുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനാകുന്നു കർത്താവായ യേശു. മനുഷ്യന്റെ வாழ்க்கை മണ്ണോട് മണ്ണ് മായ്ന്നു പോകുന്നില്ല. മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിലെ മണ്ണോട് മാഞ്ഞു പോകുന്നതാണെങ്കിലും ഇതിക്കും ഭൂമിയിലെ ഒരു കൂട്ടത്താർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ഈ ഭൂമിയിലും ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരിച്ച പിറകെ അവൻ 7 രൂപം എടുപ്പാണ്. മരിച്ചതിന് ശേഷം അവർക്ക് 7 രൂപം അല്ലെങ്കിൽ ജന്മമുണ്ട് എന്ന്. കാളയാർക്കും മാടാർക്കും എറുമ്പാർക്കും ഇവിടെ 7 രൂപമുണ്ട്. കാളയോ മാടോ അല്ലെങ്കിൽ ഉറുമ്പോ ഇങ്ങനെ പല വിധത്തിൽ 7 രൂപങ്ങൾ എടുക്കാമെന്നവർ പറയുന്നു. ഇന്ത്യക്ക് അപ്പിടിപ്പെട്ടതാണ് ഒരു കൂട്ടത്താർ ഉണ്ട്. ഇന്നും അങ്ങനെ പറയുന്നതായ ഒരു കൂട്ടരുണ്ട്. ചിലർ ചൊല്ലുവാങ്ക ഇവ മുന്തിയ ரொம்ப കഷ്ടം പാടുപെട്ട അനേ ചൊല്ലു ഇവ മുന്തിയ കാലത്തിൽ ഇവ എന്നെ പാടുപെട്ട എന്നെ പാവം ചെയ്താനോ അതാ ഇന്റെ കഷ്ടപ്പെടുക. ചിലർ പ്രകാരം പറയാറുണ്ട്, ഈ വ്യക്തി മുൻ ജന്മ കാലത്ത് എന്ത് പാപം ചെയ്താണെന്നറിയില്ല, ഈ ജന്മത്തിൽ ഇത്രയധികം കഷ്ടം പാടുന്നു. കൂട്ടത്താർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ലോകത്തിൽ
ലോകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ട്. அருமையாலே மரித்த பின்பு மறுவாழ்வு ஒன்று நரகம் அல்லது நித்தியம். എന്നാൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കിക്കൊള്ളുക, മരണത്തിന് ശേഷം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം എന്ന നിത്യമായ ഒരു ജീവിതം ഉണ്ട്. சரியானபடி நேசனுடைய வார்த்தையின்படி ஜீவித்து போனால் நரகத்துக்கு போகலாம், ராஜ்யத்துக்கு போகலாம். എന്നാൽ ശരിയായ വിധത്തിൽ കർത്താവായ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചാൽ നിത്യതയിലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ஒரு கூட்டம் அந்த நரகத்துக்கு போனாலும் பாதாளத்தில் அங்கு வேதனை உள்ள இடம் தான். എന്നാൽ മറ്റൊരു കൂട്ടർ നരകത്തിൽ അഥവാ പാതാളത്തിൽ യാതനാസ്ഥലത്തിലേക്ക് കടന്നു പോകുന്നു. സംഗീതക്കാരൻ சொல்லுகிறான் பாதாளத்தில் உம்மை துதியார். സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, പാതാളത്തിന് നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, അഥവാ പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല. நான் லூக்கால வாசிக்கிறோம், ஐஸ்வர்யவானும் பாதாளத்தில் போய் நோக்கி கூப்பிட்டான். ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ധനവാനും പാതാളത്തിൽ അഥവാ യാതനാ സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് നിലവിളിക്കുന്നു. அங்க போய் மனம் திரும்ப பார்க்கறான், முடிகிறது இல்ல. അവിടെ ചെന്ന് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചാലും കഴിയുന്നില്ല. எவ்வளவு வேதனை, ஐயோ இந்த அக்னிச்வாலை வேதனைப்படுகிறனே, അയ്യോ ഈ തീജ്വാലയിൽ ഞാൻ കിടന്ന് വേദന അനുഭവിക്കുന്നുവല്ലോ. അവന് ന്യായപ്രമാണം കൊടുക്കപ്പെട്ടത്, അവന് ന്യായപ്രമാണം നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ ന്യായപ്രമാണം தெரிஞ்சவன் தான், ஆலயத்தை தெரிந்தவன் தான், பிரமாணங்களை தெரிந்தவன், എല്ലാ കാര്യം தெரிந்தவன் தான். അവൻ ന്യായപ്രമാണത്തെ അറിഞ്ഞവനാകുന്നു, ദൈവത്തിന്റെ ആലയത്തെ പറ്റി അറിഞ്ഞവനാകുന്നു, ആലയത്തിന്റെ വ്യവസ്ഥകളെ പറ്റി അറിഞ്ഞവനുമായിരുന്നു. ஆனா நித்தியத்தை குறித்து ராஜ்யத்தை குறித்து அறிவில்லாமல் ஜீவித்தவன். എന്നാൽ അവൻ നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ലാതെ ജീവിച്ചുപോയി. இன்றைக்கும் பூமியில் அநேக ஐஸ்வர்யவான்கள் உண்டு. ഇപ്രകാരം ഇന്നും ഭൂമിയിൽ അനേക ധനവാന്മാരുണ്ട്. பணத்தினால, பண செல்வத்தினால, ஞானத்தினால, அறிவினால, செல்வ பெருக்கினால் ஜீவிக்கிறாங்க. ஆனா நித்தியத்தை குறித்து வெளிப்படுத்தல் இல்ல. പണവും അവരുടെ ജ്ഞാനവും അവരുടെ അറിവും കൊണ്ട് ഈ ലോകത്തിൽ പ്രതാപത്തോടെ അവർ ജീവിച്ചു വരുന്നു. പക്ഷേ നിത്യതയുമായി യാതൊരു ബന്ധവുമില്ല, അതിനെപ്പറ്റി അറിവുമില്ല. அவனுடைய அறிவு என்ன? இங்கதான் பரலோகம், இங்கதான் ராஜ்யம், இங்கதான் ஆளுகை, அங்கதான் மகிமை. അവരുടെ ചിന്ത ഇവിടെയാകുന്നു സ്വർഗം, ഇവിടെയാകുന്നു വാഴ്ച, ഇവിടെയാകുന്നു മഹത്വം, ഇവിടെയാകുന്നു സകലതും. அந்த ஐஸ்வரனுக்கு ஒரு நாளும் தேவனை துதிக்க, தேவாலயத்துக்கு போக அந்த சிந்தனை கிடையாது, வாசிக்க முடிகிறது இல்ல. ആ ധനവാൻ ഒരിക്കലും ദൈവാലയത്തിൽ പോയെന്നോ ദൈവത്തെ ആരാധിച്ചെന്നോ ഒരിടത്തും നാം വായിക്കുന്നതുമില്ല. ஆனா அவனுடைய முடிவை பற்றி அவன் சிந்திக்கவில்லை, நித்தியத்தை பற்றி அவன் சிந்திக்கவில்லை. അവന്റെ അന്ത്യത്തെ പറ്റി അവൻ ചിന്തിച്ചില്ല, നിത്യതയെ പറ്റിയും അവൻ ഓർത്തതേയില്ല. அவன் நியாயப்பிரமாணத்து காலத்துல நான் எல்லாரும் போனது போல நமக்கு ஒரு இடம் கிடைக்கும் என்று தான் நினைத்தான். അവൻ ചിന്തിച്ചത് ന്യായപ്രമാണ കാലത്തിലെ പോലെ എല്ലാവരും പോകുന്നിടത്തേക്ക് ഞാനും പോകും, എനിക്കും ഒരു സ്ഥലം ഉണ്ടാകുമെന്നാകുന്നു. അன்று மட்டுமல்ல, இன்று வரை அந்த கூட்டத்தார் உண்டு. അന്ന് മാത്രമല്ല ഇന്നുവരെയും അങ്ങനെയുള്ള കൂട്ടരെ നാം കാണുന്നു. பணத்தினாலும், பதிவினாலும், ஞானத்தினாலும், அறிவினாலும் இருக்கிறாங்களோ, நித்தியத்தை குறித்தான நித்தியத்துக்கான ராஜ்யத்தை குறித்து இந்த இயேசுவை எவ்வாறு பின்பற்ற வேண்டும் வெளிப்படுத்தலும் இல்லை. പണവും പദവിയും പ്രശസ്തിയും മറ്റ് സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നിത്യതയെ പറ്റിയോ യേശുവിനെ പറ്റിയോ യാതൊരു അറിവുമില്ലാതെ സത്യം അറിയാതെ കഴിഞ്ഞു പോകുന്നു. പതിനായിരങ്ങളിൽ சிறந்தவர், എന്നാൽ എന്റെ പ്രിയനോ അവൻ 10,000-ങ്ങളിൽ நான் கட்டளையிடுகிறேன், என் நேசர் 10,000-ങ്ങളിൽ சிறந்தவர். ഞാൻ ആണയിടുകയാകുന്നു, എന്റെ പ്രിയൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ. ஏன் இடத்தில் சொல்லுகிறாய்? എന്തുകൊണ്ട് ഞാൻ പറയുന്നു? என் நேசரை காட்டிலும் நேசர் இல்லை. എന്റെ പ്രിയന്മാരെക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു പ്രിയൻ. இன்றைக்கும் இயேசு மரித்து உயிர்த்தெழுந்து இந்த 2000 ஆண்டு காலம் ஆயிடுச்சு. எத்தனையோ நாள், எத்தனை சுவிசேஷம் கேட்டு இருக்கிறாய். പ്രിയമുള്ളവരെ, ഇന്നും യേശു ഉയർത്തെഴുന്നേറ്റിട്ട് 2000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എത്രയോ സുവിശേഷം അതിനെപ്പറ്റി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. அல்லது அந்த ஐஸ்வர்யவான் நியாயப்பிரமாணத்தை காலத்தில் போல இருந்தான். இன்னைக்கு அநேக கிறிஸ்துவமார்கள் கிறிஸ்துவிலே பிறந்து கிறிஸ்துவிலே இருக்கிறார். ആ ധനവാൻ ന്യായപ്രമാണത്തിൽ ജനിച്ച് ന്യായപ്രമാണത്തിൽ വളർന്നതുപോലെ ഇന്ന് പല നാമധേയ ക്രിസ്ത്യാനികളും അവർ ക്രൈസ്തവരായി ജനിച്ച് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. എതിർകാലം പിന്നും കൂടെ എതിർകാലത്തിൽ പിരിയാமல் இருக்கிறாங்க. എന്നാൽ ഭാവി എന്തായി തീരുമെന്ന് മനസ്സിലാക്കാതെ അറിയാതെ അവർ കഴിയുന്നു. അവൻ நினைச்சா நான் நியாயப்பிரமாணத்தில் இருக்கிறதா கண்டிப்பா எனக்கு ഒരു ഇടം கிடைக்குമെന്ന്. അതുകൊണ്ടാകുന്നു ധനവാൻ ചിന്തിച്ചതുപോലെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നതുകൊണ്ട് എനിക്കും ഒരു സ്ഥലം ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. ഒരു നാൾ ഒരു കൈ കൊടുക്ക പോണേ, ഒരാൾത്തെ കൊടുത്തேன்.
ഒരാളുടെ ഇപ്രകാരം കൊടുക്കുവാനിടയായി. நான் சொன்னாரு, நான் பிறவியிலேயே கிறிஸ்தவனாய் இருக்கிறேன். ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞാൻ ജന്മനാ ഒരു ക്രൈസ്തവനാണ്. எனக்கு தேவையில்லை, എനിക്കിതൊന്നും ആവശ്യമില്ല. கிறிஸ்தவ குடும்பத்தில அந்த நியாயப்பிரமாணத்துக்காரமே நீ மேன்மை பாராட்டி கொண்டு இருக்கிறாய். ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു. താൻ ന്യായപ്രമാണത്തെ പറ്റി ശ്രേഷ്ഠമായി ചിന്തിച്ചിരുന്നു. യേശുവിന്റെ 3 വഴികൾ കാണപ്പെട വേണ്ട. എന്നാൽ യേശുവിന്റെ ഈ 3 ഗുണങ്ങൾ കണ്ടില്ല. പ്രിയന്റെ മുഖം കാണുവാൻ കഴിഞ്ഞില്ല. നീ என் நேசர் வெண்மை சிறந்தவர் மட்டுமல்ல வெண்மையானவர். എന്റെ പ്രിയൻ അവൻ ചുവപ്പുള്ളവൻ മാത്രമല്ല വെണ്മയും ആകുന്നു. അവർ പരിശുദ്ധമുള്ളവരായിരിക്കുന്നു. അവൻ വിശുദ്ധനാകുന്നു. അവർ പരിശുദ്ധമുള്ളവരായിരിക്കുന്നു. അവൻ വിശുദ്ധനാകുന്നു. പിതാവ് പരിശുദ്ധർ, പിതാവ് വിശുദ്ധൻ, കുമാരൻ പരിശുദ്ധർ, പുത്രനും വിശുദ്ധൻ, പരിശുദ്ധാത്മാവും പരിശുദ്ധർ, പരിശുദ്ധാത്മാവും വിശുദ്ധൻ. അവരിൽ ഒരു കുറ്റമില്ല, ഒരു പാപമില്ല. അവനിൽ യാതൊരു കുറ്റവും പാപവും കാണുവാനില്ല. ആണപടിയിനാൽதான் நேசர் பரிசுத்தர் சொல்லப்பட்டிருக்கு. അതുകൊണ്ടാവുന്നു യേശുവിനെ വിശുദ്ധൻ അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മഹിമ പെറ്റ് ആളുകൾ നിത്യയിൽ ചെയ്യ വേണ്ടുമാ. നീയും ഈ കർത്താവിനോടുകൂടി നിത്യമായ മഹത്വവും ബലവും ബഹുമാനവും പ്രാപിച്ച് വാഴണമെങ്കിൽ, അതായത് ഈ ഭൂമിയിലെ ജീവിക്കുന്ന നാളെല്ലാം ഇതേ മഹിമയെ നീ പറ്റി ജീവിക്ക വേണ്ടുമാ. ഈ ഭൂമിയിലും ഇതേ മഹത്വത്തോടുകൂടി ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാനോർ ഭൂതലത്തോർ എല്ലാ അധോലോകരും സ്വർലോകരുടെയും ഉനക്ക് കീഴ്പടിയ വേണ്ടുമാ. നിനക്ക് കീഴ്പ്പെടണമെങ്കിൽ വാനോർന 1000-10,000 ദേവദൂതர்கள். സ്വർലോകർ എന്ന് പറയുമ്പോൾ 1000-10,000 സ്വർഗദൂതന്മാരെ കുറിക്കുന്നു. என்ன வாசிக்கிறோம்? എബ്രായ ലേഖനം 1:13 എന്ത് വായിക്കുന്നു? ரட்சிக்கப்படுறதுக்கு ஜனங்களுக்கு அவங்களுக்கு பணிவிட செய்யும் ஆவிகளா தூதர்கள் அனுப்பப்பட்டிருக்கிறது. ദൂതന്മാരോ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളായി ദൈവം മാറ്റിയിരിക്കുന്നു. அந்த தூதருக்கு ஒரு ஆக்சிடென்ட் ஒரு வல்லமையும் தொட முடியாது. ആ ദൂതന്മാരെ ആർക്കും തൊടുവാനോ അവരെ ആ വിധത്തിൽ കാണുവാനോ കഴിയില്ല. எந்த புயல் காற்று, எந்த சுழல் காற்று, எந்த சுனாமி வந்தாலும் தொட முடியாது. അതുകൊണ്ട് ആ ദൂതന്മാരുടെ സൂക്ഷിപ്പുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കൊടുങ്കാറ്റുകളും കഷ്ടങ്ങളും സുനാമി വന്നാലും നിന്നെ തൊടുകയില്ല. எந்த അഗ്നിക്കുള്ള പോണാലും തൊട சேதப்படுத்தாது. യാതൊരു അഗ്നി ജ്വാല കടന്നു വന്നാലും അത് നിനക്ക് നാശം വരുത്തുകയില്ല. യാത്രയിലെ മുന്നും ദൂതരായിട്ട് കാവൽ ചെയ്യുവാർ. നിന്റെ യാത്രയിലും നിന്റെ മുൻപും പുറകും അവൻ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് സൂക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട ജനമേ ഉനക്ക് ഒപ്പാനവൻ യാർ? ആകയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനമേ നിന്നോട് തുല്യനായവൻ ആരുള്ളൂ? വാനോർ ഉനക്ക് ഉദവി ചെയ്യുവാர்கள். വാനോർ സ്വർലോകർ അവന് സഹായമാകുന്നു. ഭയങ്കരമായ യുദ്ധം വന്നാലും എസേക്കിയാക്ക് ഒരു യുദ്ധം വന്നത്. പെട്ടെന്ന് ഒരു യുദ്ധം വന്നു. എസ്കേയാവിന് ഒരു യുദ്ധം വന്നു. ചെറിയ ഗോത്രമായിരുന്നാൻ, ചെറിയ ഗോത്രമായിരുന്നു. ഒന്നുമേ ചെയ്യാൻ മുടിയവില്ല, ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കണ്ണീർ വിളിത്ത് ജപമണിനാൻ, താൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഒരേ ദൂതൻ ഏശയ്യാ 35-37 ചൊല്ലുമ്പോൾ ഒരേ ദൂതൻ പോയി 1,85,000 പോയിട്ട് പീസ് വെട്ടി പോട്ടാൻ. ഏശയ്യാ 35-37 വായിക്കുന്നത് പോലെ ഒരു ദൂതൻ കടന്നു വന്ന പാളയത്തിൽ 1,85,000 പേരെ സംഹരിച്ചു. മൂർഖം വെച്ചാ എസേക്കിയാവേ നാളെ കാലയിൽ വന്ന് ഒന്നെയും ഗോത്രത്തെയും ചിഹ്നപണമാക്കുവേൻ. എന്നാൽ ശത്രു കടന്നു വന്ന് എസ്കേയാവേ നിന്നെയും നിന്റെ ഗോത്രത്തെയും പൂർണ്ണമായി നിർമൂലമാക്കുമെന്ന് വെല്ലുവിളിച്ചു. രഹസ്യമാ വരമില്ല, രഹസ്യമായി വരമില്ല, രഹസ്യമായൊന്നുമില്ല, ചൊല്ലിതാ വന്നിരിക്കാൻ പറഞ്ഞാകുന്നു വന്നത്. എന്നാ നടന്നത്? എന്താകുന്നു നടന്നത്? രാത്രി എല്ലാം ജനകരി എല്ലാരെയും കൂപ്പിട്ട രാത്രിയിൽ ജനങ്ങളെല്ലാം വിളിച്ചു. നാളെ കാലയിൽ എല്ലാരും പോക വേണ്ട, രാവിലെ എല്ലാവരും പോകണമെന്ന് പറഞ്ഞു. എല്ലാം ചേനകളെല്ലാം എടുത്ത് റെഡി പണി വയ്ത്താൻ എല്ലാവരും അതിനായി ഒരുങ്ങിയിരുന്നു. കാല അധികാലയിൽ പോക വേണ്ട, അതിരാവിലെ പോകണം. അവിടെ നേരത്തില് കണ്ണീർ വിട്ട് അഴുതുകൊണ്ടെന്ന ഏശയ്യാവും ജപം പണിക്കൊണ്ടിരുന്നാൻ. അങ്ങനെയുള്ള സമയത്താവും ഹിസ്കിയാവും യേശയ്യാവും കണ്ണുനീരോട് പ്രാർത്ഥിച്ചിരുന്നത്. ഖത്തറിന് ചെയ്താർ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? അതേ രാത്രി എല്ലാരും മീഖാവേൽ അനുപ്പി 1,85,000 വെട്ടിപ്പോട്ട. അതേ രാത്രി തന്നെ ദൈവം ഒറ്റ ദൂതനെ അയച്ച് 1,85,000 പേരെ സംഹരിച്ചു. ഉന്നെ കാവൽ ചെയ്യും ദൂതനുണ്ട്, ഉന്നുடைய ശത്രുക്കളോട് യുദ്ധം பண்ண ദൂതനുണ്ട്. ആകയാൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്നെ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്, നിന്റെ ശത്രുക്കളോട് പോരാടുന്ന നിനക്ക് ജയം നൽകുന്ന ദൂതന്മാരും. അഥവാ ഉനക്ക് പോരാട്ടമുണ്ട്, പരിശുദ്ധാൻ സർവ്വവല്ലമുള്ള ദേവൻ ക്രിയ ചെയ്യുகிறார். മാത്രമല്ല പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവമായും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്ഷിക്കപ്പെട്ട ജനമേ ഉനക്ക് ഒപ്പാനവൻ യാർ? ആകയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനമേ നിനക്ക് തുല്യനായവൻ ആരുള്ളൂ? വിശേഷിക്കപ്പെട്ടവൻ, നീ വിശേഷിക്കപ്പെട്ടവനാണ്. 14 சிறந்தவர், എന്റെ
പ്രിയൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. உன்னுடைய நேசரை பற்றி விசேஷம் என்று சொல்லுகிறார். அவரை பின்பற்றவன் ஏன் கட்டளை இடுகிறாய்? എന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ അനേക വിശേഷത ഉണ്ട് എന്ന് പറഞ്ഞ് ആണയിടുന്നതിന് കാരണം എന്താകുന്നു? அவரை பின்பற்றின அநேக நன்மைகள் உண்டு. അവനെ, ഈ പ്രിയനെ പിൻപറ്റിയാൽ അനേക നന്മകൾ പ്രാപിക്കാൻ அவரை കഴിയും. நம்பினோர் மாண்டதில்லை, வெட்கப்பட்டு போனதில்லை. അവന്റെ നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. பெற்ற தாய் மறந்தால் நான் மறவேன் என்று சொல்லி இருக்கிறார். അതുകൊണ്ടാകുന്നു പ്രസവിച്ച മാതാവ് മറന്നുപോയാലും ഞാൻ നിന്നെ മറന്നുകളയില്ലെന്ന് പറയുന്നത്. எல்லாரும் கைவிட்டால் நான் விடுவதில்லை. എല്ലാവരും കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. உன்னை என் உள்ளங்கையில வைத்திருக்கிறேன். ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. நான் தாங்குவேன், சுமப்பேன். ഞാൻ താങ്ങുകയും ഞാൻ ചുമക്കുകയും ചെയ്യും. எவ்வளவு விசேஷிக்கப்பட்டவர், എത്രയോ വിശേഷിക്കപ്പെട്ടവരാകുന്നു നാം. மனைவி மாறி போகிறார், மனைவி மாறி போகிறார், ഭാര്യ മാറിപ്പോകുന്നു, கணவன் மாறி போகிறார், ഭർത്താവ് മാറിപ്പോകുന്നു, எல்லாரும் மாறுகிறார். എല്ലാവരും മാറുന്നു. ஆனால் தேவன் மாறாதவர். എന്നാൽ നമ്മുടെ ദൈവം മാറാത്തവൻ. பெற்றெடுத்த குழந்தையை கழுத்து திருவி தூர போடுறாங்க, கொண்டு போடுறாங்க. ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ പ്രസവിച്ച കുഞ്ഞിനെ മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ ദൂരെ വലിച്ചെറിയുന്നു, அல்லது விற்று போடுகிறார்கள். അല്ലെങ്കിൽ അവരെ ആ കുഞ്ഞിനെ വിറ്റു കളയുന്നു. நம்முடைய இயேசு ஒரு நாள் மாறாதவர். എന്നാൽ നമ്മുടെ കർത്താവ് യേശു ഒരിക്കലും മാറാത്തവനാകുന്നു. பெற்ற தாய் உன்னை மறந்தால் நான் மறவேன். പ്രസവിച്ച സ്ത്രീ അഥവാ നിന്റെ മാതാവ് നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. விசேஷிக்கப்பட்டவர். ആകയാൽ നാം എത്രയോ വിശേഷിക്കപ്പെട്ടവരാകുന്നു. நாம் மிகவும் விசேஷிக்கப்பட்டவர்களா இருக்கிறோம். അതുകൊണ്ട് നാം ഏറ്റവും ശ്രേഷ്ഠരാകുന്നു. ஆனபடினால அவர் விசேஷிக்கப்பட்டவருடைய நன்மையை பெற வேண்டுமானால் അങ്ങനെ വിശേഷിക്കപ്പെട്ടവരായി നാം കർത്താവിൽ നിന്നുള്ള നന്മ പ്രാപിക്കണമെങ്കിൽ நேசர் 10,000 சிறந்த வெண்மையானவர். എന്റെ പ്രിയൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ മാത്രമല്ല, അവൻ വെണ്മയുള്ളവൻ. அது யாரா இருந்தாலும் சரி, எபேசியர் 1-ാം 4-ാം சொன்னது போல, അത് ആരായിരുന്നാലും എഫേസ്യർ 1:4 പറഞ്ഞതുപോലെ, உலகத்திற்கு முன்ப அன்பிலே பரிசுத்தமும் குற்றமும் நம்மை தெரிந்து கொண்டார். ലോക സ്ഥാപനത്തിനു മുമ്പേ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മയും അവനിൽ തെരഞ്ഞെടുത്തു. நீ எந்த ஜாதியா இருக்கலாம், எந்த பாசையா இருக்கலாம், யாரா நீ பணக்கார ஏழையா இருக்கலாம், எல்லாம் அவரால் ஜனிப்பிக்கப்பட்டவர். നീ ഏത് ഭാഷയിൽ നിന്നാണെങ്കിലും ഏത് മതത്തിൽ നിന്നാണെങ്കിലും ഏത് വിധത്തിൽ ജനിച്ചവരാണെങ്കിലും എല്ലാം അവനാലും അവന് വേണ്ടിയും ഉണ്ടാക്കപ്പെട്ടവരാകും. ஒன்று புரிந்து கொள்ளணும், ஆதாம் ஏவாளிலிருந்து வந்த சந்ததி தான் நம்முடைய சந்ததியா காணப்படுகிறோம். ആകയാൽ ஆதாம் ஏவாள் ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായിരിക്കുന്ന സംശയം പോലെ ഇന്നായിരിക്കുന്നു. സന്തതിയിൽ നിന്ന് നാമും ഉണ്ടായിരിക്കുന്നു. யாரா இருந்தாலும் ஒரே ஜாதியை மண்ணில் தோன்ற பண்ணினார். ആരായിരുന്നാലും ഇങ്ങനെയുള്ള ഒരേ സന്തതിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. அப்போஸ்தலர் 17:26 வாசிக்கும் போது, അപ്പോസ്തല പ്രവൃത്തി 17:26 വായിച്ചാൽ, மனுஷ ஜாதியை ஒரே രക്തത്തിൽ தோன்ற பண்ணினார். ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. அவன் எங்கே பிறக்க வேண்டும், எங்கே குடியிருக்க வேண்டும், അവൻ എവിടെയാകുന്നു ജനിക്കേണ്ടത്, എവിടെ അവൻ താമസിക്കണം, அவர் முன்குறித்து இருக்கிறார். അത് അവൻ മുൻകുറിച്ചിരിക്കുന്നു. பிறப்பு மட்டுமல்ல, നമ്മുടെ ജനനം മാത്രമല്ല, எந்த குடும்பத்தில் பிறக்க வேணும், നീ ഏത് കുടുംബത്തിൽ ജനിക്കണം, எந்த தெருவில் வசிக்க வேண்டும், ഏത് തെരുവിൽ നീ പാർക്കണം, எல்லாம் முன்னமே திட்டம் பண்ணி இருக்கிறார். ഇതെല്ലാം ദൈവം മുന്നമേ നിശ്ചയിച്ചു വെച്ചതാകുന്നു. மட்டுமல்ல, உன்னுடைய ஏடு, உன்னுடைய பூமியுடைய வாழ்க்கை, அந்த காலங்களையும் நேமங்களும் நியமித்திருக்கிறார். നിന്റെ മാത്രമല്ല, നിന്റെ ഭൂമിയിലെ സകല കാലങ്ങളെയും സമയങ്ങളെയും അവൻ നിയമിച്ചു വെച്ചിരിക്കുന്നു. நீ பிறக்கணும், அதுக்கு எப்ப மறிக்கணும் அவர் கையில தான் உண்டு. ആകയാൽ നീ ജനിക്കുന്നതും എപ്പോഴാകുന്നു ഈ ലോകം വിട്ടു പോകേണ്ടുന്നതും എല്ലാം അവന്റെ കയ്യിലാകുന്നു. 17:26 വാസിக்கிறோம், ഭൂമിയിൽ നിയമങ്ങളും കാലങ്ങളെയും നമ്മെ നിയമിത്തിരിக்கிறார். 17:26 വായിക്കുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ വേണ്ടി അവൻ മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്നു. നമുക്ക് കാലങ്ങളെ നിയമിത്തിരിக்கிறார். ആകയാൽ കാലങ്ങളെ നിശ്ചയിക്കുന്നു. എത്ര വർഷം ഭൂമിയിൽ ജീവിക്ക വേണ്ടാം, എത്ര വർഷം ഭൂമിയിൽ ജീവിക്കണമെന്ന്, இடத்துல ജീവിക്ക വേണ്ടാം, ഏത് സ്ഥലത്ത് ജീവിക്കണമെന്ന് അവർ മുൻകുറിത്തിരിக்கிறார். അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇതിനോട് ഒപ്പു കൊടുപ്പമാണ്. ആകയാൽ ഈ ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ അവരെ പോലെ മാറ്റപ്പെട വേണ്ടോ, അവനെ പോലെ നാം മാറ്റപ്പെടേണ്ടുന്നവരാണ്. മനുഷ്യന്താ, നാം ഭാവികളായ മനുഷ്യരാകും. 1:4 சொன்னது போல, എഫേസ്യർ 1:4 പറയുന്നത് പോലെ നാം அந்த பரிசுத்தத்தை அடைந்து கொள்ள முடியும். வேண்டும், ആ വിശുദ്ധിയെ നാമം പ്രാപിക്കണം. അതിനാലதான் അവരെ പറ്റി ചൊല്ലുம்போது, അതിനാകുന്നു അവരെ പറ്റി പറയുമ്പോൾ ഉന്നത പാട്ട് 5:13 ഉത്തമഗീതം 5:13 വാക്യത്തിൽ വായിക്കുമ്പോൾ, അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു, അത് മോരൻ തലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. அவர் கன்னங்கள் கந்தகவர்க்க பாத்திரங்களைப் போலவும் வாசனையுள்ள புஷ்பங்களைப் போலும் இருக்கிறது. அவர் உதடுகள் லீலி புஷ்பங்களைப் போன்றது. வாசனை
போதும். அதிலிருந்து இங்க என்னுடைய நேசரை பிடிச்சிட்டு அடுத்த என்ன, ഇവിടെ പ്രിയനെ പറ്റി പറഞ്ഞതിന് ശേഷം என்னுடைய நேசர் கண்கள் கண்ட வார்க்க பாத்திய போல் இருந்தது. ഇവിടെ പ്രിയന്റെ വിശേഷതയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ അവന്റെ വെണ്മയെ പറ്റി അറിയിക്കുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടം ആകുന്നു. യെശയ്യാ 53:2 என்ன வாசிக்கிறோம்? എന്നാൽ യെശയ്യാ പ്രവാചന പുസ്തകം 53:2 നാം എന്ത് വായിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. இளங்கிளையை போலவும் வறண்ட நிலத்திலிருந்து துளிர்க்கிற வேரை போலவும் முன்பாக எழும்புகிறார். அவருக்கு அழகும் இல்லை, சௌந்தரியம் இல்லை. அவரை பார்க்கும்போது நாம் அவரை விரும்பத்தக்க ரூபம் அவருக்கு இல்லாதிருந்தது. அடுத்து, அவர் அசட்டை பண்ணப்பட்டவரும் மனுஷரால் புறக்கணிக்கப்பட்டவரும் துக்கம் நிறைந்தவரும் பாடு அனுபவித்தவருமாயிருந்தார். அவரை விட்டு நம்முடைய முகங்களை மறைத்துக் கொண்டோம். அவர் அசட்டை பண்ணப்பட்டிருந்தார், அவரை எண்ணாமற் போனோம். மெய்யாகவே அவர் நம்முடைய பாடுகளை ஏற்றுக்கொண்டு நம்முடைய துக்கங்களை சுமந்தார். நாமோ அவர் தேவனால் அடிபட்டு வாதிக்கப்பட்டு சிறுமைப்பட்டவர் என்று எண்ணினோம். பாருங்க, இந்த முதல்ல அங்க வாசித்த போல கண்ணங்கள்ல அவர் கந்தவர்க்கம் பாத்தி போல மாற்றப்பட்டது. നാം ശ്രദ്ധിക്കുക, ആദ്യം കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടം പോലെ ആകുന്നു. அந்த முகம் அப்படி மாற்றப்பட்டது. മുഖം അപ്രകാരം മാറ്റപ്പെട്ടു. இங்கே முதலாவது முழு உலகத்துக்காக வேண்டி அவர் சிலுவையில மரிக்கிறார், பாடுபடுகிறார். ഒന്നാമതായി യേശു മുഴു ലോകത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ചു, പാടുപെട്ട് മരിക്കുവാനിടയായി. യേശുവിന്റെ മരണത്തില് പല കാരണങ്ങളുണ്ട്. യേശുവിന്റെ മരണത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് രക്ഷിപ്പ് കിടക്കുന്നത്, ഒന്ന് രക്ഷ പ്രാപിക്കേണ്ടതിനായി. രണ്ടാമത് സഭയ്ക്കായും കൂടെ മരിக்கிறார். രണ്ടാമത് അവൻ സഭയ്ക്കായി മരിക്കുന്നു. സഭയ്ക്ക് വാഗ്ദത്തം പണ്ണപ്പെട്ട വാഗ്ദത്തങ്ങളും മരിக்கிறார். സഭയ്ക്ക് വാഗ്ദത്തം നൽകിയതുകൊണ്ട് അതിനായി മരിക്കുന്നു. അടുത്ത് இந்த ரட்சிப்பின் அதிபதி ஒத்துறப்படுது, சபை பூர்ணத்துக்காக அப்படி மரணம் தேவை இருக்கு. എന്നാൽ മാത്രമല്ല, ഈ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയത് സഭ അഥവാ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിനാകും. முழு உலகத்துக்காக கண்ணங்கள்ல கந்தவர்க்கும் பாத்தியம் முழு உலகத்துக்காக பாடுபட்டு மரிக்கிறார். ഒന്നാമത് മുഴു ലോകത്തിനു വേണ്ടി അവൻ കഷ്ടം സഹിക്കുന്നു, അഥവാ അവന്റെ കവിളിൽ സുഗന്ധ സസ്യങ്ങളുടെ തടം പോലെയുള്ള പാടുകൾ, കഷ്ടങ്ങൾ ഏൽക്കുന്നു. സഭയില് പൂർണ്ണத்துக்காக നാം പൂർണ്ണപ്പെടുമ്പോதான் அதுக்காக மரித்தார் உயிர்த்தெழுந்தார், பிதாவிடத்தில் வலதுபாகத்தில் வீற்றிருக்கிறார். രണ്ടാമതായി സഭയ്ക്ക് വേണ്ടിയും നാം പൂർണ്ണപ്പെടേണ്ടതിനായും അവൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. അങ്ങ് പോയി പരിശുദ്ധാവി അനുപ്പി തന്നാർ. അവിടെ സ്വർഗത്തിലേക്ക് പോയി നമുക്കായി പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്തു. ഉദ്ദേശിച്ച ഊഴിയക്കാർ അനുപ്പി തന്നാർ. മാത്രമല്ല അവൻ പുതിയ നിയമ ശുശ്രൂഷകരെയും നമുക്കായി തന്നു. സഭ പലവിധമായ വരങ്ങളാലും ക്രിയനാൽ പൂർണ്ണപ്പെടാൻ വേണ്ടി അതൊക്കെ വരങ്ങളെ അനുപ്പി തന്നാർ. സഭ പലവിധമായ കൃപാവരങ്ങളാൽ പൂർണ്ണപ്പെടേണ്ടതിനായി സഭയ്ക്കായിട്ട് അവൻ വരങ്ങളെയും അയച്ചു തന്നു. അതാ 40ാം നാൾ വീട്ടിലിருந்து പിതാവിന്റെ വലതുഭാഗത്തിൽ പോയി 50ാം നാൾ ഇത് അനുപ്പി തന്നാർ. അതുകൊണ്ടാകുന്നു അവൻ 40ാം നാൾ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കടന്നു എന്ന് 50ാം നാൾ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. ഒരു കൂട്ടർ വാഗ്ദത്തത്തെ കൊടുത്തിരിക്കുകയാർ. ഒരു കൂട്ടർക്കായി അവൻ വാഗ്ദത്തത്തെ നൽകി. വാഗ്ദത്തത്തിൽ ഒന്നുതാ 1 പേര് 2-ാം അധികാരം 24-ാം വചനത്തില് ആ വാഗ്ദത്തത്തിൽ ഒന്നാകുന്നു 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ തലമുകളാൽ നാം എല്ലാവരും ഗുണമാകുറോം. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവരുടെ തലമുകളാൽ ഗുണമാകുറോം. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതെല്ലാം യാര് പെറ്റുകൊള്ള മുടിയും? ആകയാൽ ഇതെല്ലാം ആർക്ക് പ്രാപിപ്പാൻ കഴിയും? ഒരു യേശുവിനെ പോലെ വിശേഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ജനമായിരിക്ക വേണം. യേശുവിൽ കൂടി വിശേഷിക്കപ്പെട്ടവരായി രക്ഷിക്കപ്പെട്ട ജനമായി നാം മാറിയിരിക്കുന്നു. പരലോകം അംഗീകരിക്കുന്നത്, നിന്നെ സ്വർഗം അംഗീകരിക്കുന്നു, അംഗീകരിക്കാർ പിതാവ് അംഗീകരിക്കുന്നു, ദേവദൂതൻ അംഗീകരിക്കാർ, ദൈവദൂതന്മാർ നിന്നെ സ്വീകരിക്കും, നടുങ്ങുகிறார், പിശാച് വിറയ്ക്കുവാനിടയാകും. പണത്തിനാലെ അറിവിനാലെ എതുമേ കിടയാതെ. ആകയാൽ നമ്മുടെ അല്ലെങ്കിൽ ജനത്തിന്റെ ശക്തി കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും സാധ്യമല്ല. എത്രയോ രാജാക്കൾ ഭൂമിയിലെ എലുമിനാர்கள் ആണ്ടാர்கள், ஆனால் ഒരു പ്രയോജനമില്ല. എത്രയോ രാജാക്കന്മാർ ഭൂമിയിൽ എഴുന്നേറ്റ് വന്നു, പല കാലങ്ങൾ വാഴ്ച അവർ ഈ ഭൂമിയിൽ കഴിച്ചു, എന്നാൽ ഒരു പ്രയോജനവുമില്ലാതെ കടന്നുപോയി. നമുക്ക് ഒരു ചെറിയ രക്ഷിക്കപ്പെട്ടാൽ ഒരു ഏഴை എന്താ പോതും. എന്നാൽ നാം എളിയവരാണെങ്കിലും നാം രക്ഷിക്കപ്പെട്ട സാധുക്കളാണെങ്കിലും പരലോകം അംഗീകരിക്കുന്നത്, സ്വർഗം നമ്മെ അംഗീകരിക്കുന്നു. ഇപ്പിടിപ്പെടാൻ നേർമയാന നേസരെ ഞങ്ങൾ അറിയിக்கிறோம். പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ശ്രേഷ്ഠനായ ഒരു പ്രിയനെ ആകുന്നു ഇന്ന് രാത്രികാലം
ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. இன்று மரித்தால் உன் நித்தியத்தை எங்கே கழிப்பாய்? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? இந்த ரட்சின நாள் ഇതാകുന്നു രക്ഷാ நீ ദിവസം. நினைக்க மாதிரி இனி எதிர்காலம் இல்ல, உன்னுடைய ஆயுஷ்காலம் உன் கையில இல்ல. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ഭാവി കാലങ്ങൾ, ദിവസങ്ങളില്ല. നിന്റെ ആയുഷ്കാലം നിന്റെ കരത്തിൽ അല്ല എന്ന് അറിഞ്ഞുകൊള്ളുക. சங்கீதம் 31:15 தாவீது சொல்கிறார், 31-ാം സങ്കീർത്തനം 15 ദാവീദ് പറയുന്നു, என்னுடைய காலங்களெல்லாம் உம்முடைய கரத்தில் உண்டு. എന്റെ കാലങ്ങൾ നിന്റെ കരത്തിലാകുന്നു. அப்போஸ்தலர் 17:24 சொன்ன மாதிரி உடைய காலம் நம்முடைய காலத்தை முன்குறித்து இருக்கிறார். അപ്പോസ്തല പ്രവൃത്തി 17:26 പറഞ്ഞതുപോലെ നമ്മുടെ കാലങ്ങൾക്ക് അവൻ അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നു. எத்தனையோ பேர் படுக்கையில படுத்துறார், மறுநாள் காணவில்லை. എത്രയോ പേർ രാത്രിയിൽ കിടന്നുറങ്ങുന്നു, രാവിലെ അവരെ കാണുന്നില്ല. രാത്രിയിലെ മனைവിയോടും പിള്ളയോടും ചൊല്ലിപ്പേർ തിരിഞ്ഞു വന്നത് ഇല്ല. രാത്രിയിൽ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ട് ചിലയിടത്ത് കടന്നു പോകുന്നു, എന്നാൽ മടങ്ങി വരുന്നില്ല. നമ്പിക്കാണ് വാക്കുകൾ, വീര വാക്കുകൾ കൊടുത്തു പാകുന്ന നല്ലക്ക് ഇല്ല. പല വിശ്വാസം നൽകുന്ന വാക്കുകളും പ്രതീക്ഷകളും ഒക്കെ നൽകിയിട്ട് മടങ്ങി വരാതിരിക്കുന്നു. ഇன்றைக்கு നമ്മുടെ പേசுற எனக்கும் அதான், உங்களுக்கு கேட்கிற உங்களுக்கும் அதான். ഇന്ന് സംസാരിക്കുന്ന എന്നോടും അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെയുള്ള സമയമാകുന്നു. നമുക്ക് നാളെ നമുക്കുரியതല്ല. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. அதனாலே ரட்சின நாள், இந்த அருமையான நாளை, இந்த கிருபையின் காலத்தை நீ பெற்றுக்கொள்ள வேண்டாம். ആകയാൽ പ്രിയമുള്ളവരെ, ഈ രക്ഷാ ദിവസത്തിൽ ഈ നല്ല അവസരത്തെ നീ വാസ്തവമായി പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. உன் ஞானத்தில, அறிவினால, திறமையில, பணத்தினால வீரவாக்கு பேசாத, புத்தியினமா சிந்திக்காத, எனக்கு ஒரு எதிர்காலம் என்று சொல்லாத. ആകയാൽ നിന്റെ സ്വന്തം ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും നിന്റെ പണവും പ്രതാപം കൊണ്ടും നീ സ്വയമായി സംസാരിക്കരുത്. എനിക്ക് നല്ല ഭാവിയുണ്ട്, നല്ല കാലം എനിക്കിനിയും ഉണ്ട് എന്ന് നിന്റെ സ്വയമായി നീ ചിന്തിക്കേണ്ട. അഥവാ ബലത്തിൽ 70 അല്ലെങ്കിൽ 80 അவ்வளவுதான் சொல்ல முடியும். ബലത്തിന്റെ പ്രതാപം കൊണ്ട് 70, ഏറെയായാൽ 80 എന്ന് പറഞ്ഞിരിക്കുന്നു. உன்னுடைய ஆயுஷ்நாளை குறித்து மனக்கோட்டை கட்டாத, പ്ലാൻ போடாத. ആകയാൽ നിന്റെ ആയുഷ്കാലത്തെ പറ്റി നീ യാതൊരു മനക്കോട്ടയും കെട്ടി നിനക്കായി പദ്ധതികൾ നീ ഉണ്ടാക്കേണ്ട. உன்னுடைய ப்ளூ பிரிண்ட் பிரமாணம், உன்னுடைய പ്ലാൻ എല്ലാം ആണ്ടവർ കരത്തിൽ ഇരിക്കുന്നു சொல்லுகிறார். ആകയാൽ നിന്റെ ജീവിതത്തെ പറ്റിയുള്ള ബ്ലൂ പ്രിന്റ് അഥവാ നിന്റെ എല്ലാ രൂപരേഖകളും ഭാവിയും നിന്റെ കർത്താവിന്റെ കയ്യിലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദേവൻ കട്ടളയിടുമ്പോൾ വാ എന്ന് ചൊല്ലുമ്പോൾ യാർക്കും அந்த ആദിയെ അടക്കിക്കൊള്ള முடியாது. ദൈവം വരിക എന്ന് പറഞ്ഞാൽ ആരുടെയും ആത്മാവിനെ അടക്കുവാൻ, പോകാതിരിപ്പാൻ ആർക്കും സാധ്യമല്ല. ആണപടിയാലെ നമ്മുടെ എതിർകാലത്തേക്കും ആയത്തമാക്കപ്പെട വേണ്ട. ആകയാൽ നമ്മുടെ ഭാവി കാലത്തെ പറ്റി നാം ഒരുങ്ങിയിരിക്കുക. എൻ നേച്ചർ 10,000 சிறந்தவர், வெண்மையானவர். എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ, അവൻ വെണ്മയായവൻ, பரிசுத்தராயிருக்கிறார், അവൻ വിശുദ്ധൻ, பாவிகளுக்கு விலகினவராயிருக்கிறார், അവൻ பாவிகளுக்கு விலகினவராயிருக்கிறார், അവൻ പാപികളോട് വേർപെട്ടവനായിരുന്നു. അതുപോലെ നാമും കൂടെ இதுக்கு മുമ്പായി ജീവിച്ചിരിக்கலாம். ഇതിനു മുമ്പ് നാം അപ്രകാരമൊക്കെ ജീവിച്ചിരിക്കാം. அப்போஸ்தலர் 17:14 വാസിக்கிறோம், മനുഷ്യൻ അറിയാതെ ചെയ്ത കാലത്തിൽ അവർ കാണാതെ പോൽ இருந்தார். അപ്പോസ്തല പ്രവൃത്തി 17 നാം വായിക്കുന്നു, മനുഷ്യർ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോൾ ഗണ്യമാക്കുന്നില്ല. தேவன் அறியாமல் பாவம் செய்திருக்கலாம். ദൈവത്തെ അറിയാതെ പാപം ചെയ്യുന്ന நேச்சரை ആളുകളുണ്ട്. பற்றி நீ கேட்டு இருக்கிறாய், நேச்சரை பற்றி கேட்டு നിന്റെ இருக்கிறாய். പ്രിയനെ പറ്റി കേട്ടിട്ടുണ്ട്. ஆனபடினால இன்றைக்கு ஆண்டவர் உன்னை தயவுனால இறக்கத்தினால் கொண்டு வந்திருக்கிறார். ആകയാൽ ഇന്ന് രാത്രികാലം കർത്താവ് തന്റെ ദയയാലും കരുണയാലും നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. நீ தாயின் கருவில உருவாகும்னால் முன்குறித்த தேவன். നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. அதான் அப்போஸ்தலர் 17:30 அறியாமல் காலங்களில் தேவன் காணாதவர் போல இருந்தார். എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 17:30 വായിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ஆனபடினால இன்றைக்கு மனம் திரும்புமாக. ആകയാൽ ഇന്ന് രാത്രി യഥാർത്ഥമായി മനസ്സാന്തരപ്പെട്ടുകൊള്ളുക. ஆண்டவர் உன்னோட பேசிக் கொண்டு இருக்கிறார். കർത്താവാകുന്നു നിന്നോട് സംസാരിച്ചു. நீ வரவில்லை, தேவன் உன்னை கொண்டு வந்தார். നീ ഇവിടെ തനിയെ വന്നതല്ല, ദൈവമത്രേ നിന്നെ കൊണ്ടുവന്നത്. நீ வரவில்லை, தேவன் உன்னை கொண்டு வந்தார். നീ ഇവിടെ സ്വതവേ വന്നതല്ല, ദൈവമത്രേ നിന്നെ കൊണ്ടുവന്നത്. எவ்வளவு மோசமும் பாவியா இருந்த உன்னை ஏன் அழிக்கவில்லை? എത്ര മോശമായ മാർഗത്തിൽ നീ ജീവിച്ചിട്ടും, വലിയ പാപിയായിരുന്നിട്ടും എന്തുകൊണ്ട് നിന്നെ നശിപ്പിച്ചില്ല? அழித்துப்படவில்லை. എന്തുകൊണ്ട് നിന്നെ നിർമൂലമാക്കിയില്ല? நீ தேவனுக்கு முன்பாக விலையேறப்பட்டவன். നീ ദൈവത്തിന്റെ മുമ്പാകെ വിലയേറപ്പെട്ടവനാണ്. ஆனால் உன்னுடைய பாவத்து நிமித்தமாக நீ புறக்கணிக்கப்பட்டிருக்கிறாய். എന്നാൽ നിന്റെ പാപം നിമിത്തമായി നീ തള്ളപ്പെട്ടിരിക്കുന്നു. ஆனபடினால்தான் 2000 ஆண்டு காலம் முன்பாக உனக்காக கன்னத்தில் அறையப்பட்ட மாதிரி உனக்காக மரித்திருக்கிறார். അതുകൊണ്ടാകുന്നു 2000
വർഷങ്ങൾക്ക് മുൻപേ തന്നെ അവന്റെ കന്നത്തിൽ നിനക്കായി അവൻ അടികൾ ഏറ്റു, നിനക്ക് വേണ്ടി അവൻ മരിച്ചു. യേശുല്ലാതെ രക്ഷിപ്പില്ല. യേശു അല്ലാതെ മറ്റൊരു രക്ഷയില്ല. വഴിയും സത്യം ജീവനമായിരിக்கிறேன். ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അമ്മയാലേ നീക്ക് ഒരു കൊഞ്ച നേരം അറിയിക്ക പണുമായാണാൽ ആകയാൽ ഈ പ്രിയമുള്ളവരെ, രാത്രികാലം അല്പം നാം ഏറ്റുപറയുന്നുവെങ്കിൽ കർത്തർ ഉണ്ണ മന്നിപ്പാർ, കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും. எனக்கு ஒரு கேள்வி இருந்தது. கிறிஸ்துவ மார்க்கத்துல எப்படி பாவம் இருக்கப்படணும், பாவத்தை மன்னித்தால் இவங்களுக்கு தெரியும். ഇപ്രകാരം ഒരു ചോദ്യം എന്റെ ഉള്ളിൽ ഉയർന്നു. ഈ ക്രൈസ്തവ മാർഗത്തിൽ എങ്ങനെ പാപം ഏറ്റുപറയണം, പാപം എങ്ങനെ ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കാം. പാപത്തെ മന്നിത്താറാ ഇവங்களுக்கு പരലോകമോ? പാപം ക്ഷമിച്ചാൽ സ്വർഗമോ? ഇതല്ല എങ്ക ഒരു പൈത്യക്കാര കൂട്ടങ്ക. ഇത് എന്തൊരു ഭ്രാന്തന്മാരുടെ കൂട്ടമാണ്. ഇത് സത്യമാണോ എന്ന് ഒരു കൂട്ടം പിന്നാലെ പോകുന്നത്. വലിയൊരു കൂട്ടം ഇതിന്റെ പിന്നാലെ പോകുന്നല്ലോ. എനിക്ക് இந்த சத்தியங்களை பற்றி எனக்கு எதுவுமே தெரியா. ആ കാലങ്ങളിൽ ഇപ്രകാരമുള്ള സത്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. கிறிஸ்துவ மதத்தில் 4 காரியம் தெரியும். ക്രിസ്തീയ മതത്തിൽ 4 കാര്യങ്ങൾ അറിയാം. ഒന്ന് ആദാം ഏവാൾ, ഒന്ന് ആദാം, അടുത്ത ഹവ്വ, അടുത്ത് യൂദാസ്, യേശു ക്രിസ്തു യൂദാസ്, അടുത്തത് യേശു ക്രിസ്തുവും യൂദാസും. ഇതാ എനിക്ക് தெரியும். எனக்கு வந்து உள்ள പോണതുമില്ല, ബൈബിൾ കണ്ടതുമില്ല. ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഞാൻ അതിൽ കൂടുതൽ അകത്തോട്ട് പോയിട്ടില്ല. വേദപുസ്തകത്തെ പറ്റി അല്പം അറിഞ്ഞിരുന്നില്ല. പരിയാസം പണിക്കൊണ്ടിരുന്നായിരുന്നു. ഞാൻ ഈ മാർഗത്തെ പറ്റി പരിഹാസം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. 1976 ഏപ്രിൽ മാസം 25-ാം തീയതി കാല 8:30 മണിക്ക് നേരെ പേശിനാർ. എന്നാൽ 1976 ഏപ്രിൽ മാസം 26-ാം തീയതി രാവിലെ 8:30 മണിക്ക് ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു. മുതൽ പേശിന തെരിയുമോ? ഉൻ പാപത്തെ മன்னிக்கிறேன். ഒന്നാമത് സംസാരിച്ചത് നിന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുന്നു. പാപത്തെ മன்னிக்கிற ഒരു ആൾ പേசுறாரு. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്നവനോ? ഉന്നുடைய പാപത്തെ ഞാൻ മன்னிக்கிறேன். വീണ്ടും പറഞ്ഞു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കും. സന്ദേഹപ്പെട്ട മൂന്നാഴ്ച ഉൻ പാപത്തെ മன்னிക്കപ്പെടുക ഉനക്ക് സമാധാനം சொன்னா எனக்கு സമാധാനമായി. അപ്പോൾ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ആ ശബ്ദം കേട്ടു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുന്നു, നിനക്ക് സമാധാനം എന്ന് പറയുന്നു. എനിക്ക് എന്റെ ഹൃദയത്തിൽ പൂർണ്ണ സമാധാനമുണ്ടായി. വെറുതെ പേശനല്ലേ അന്ത നിമിഷം ഒരു 8 വാർത്ത പേശിനാർ. അത് ഇപ്പോൾ എല്ലാം വിവരിച്ച് സംസാരിക്കുവാൻ ഇപ്പോൾ സമയമില്ല. അല്ല 8 വാക്കുകൾ അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ ആളെ തേടിനെ, ഒരു ആളെ അന്വേഷിക്കും. മനുഷ്യൻ യാർ, എന്നാൽ ഈ വ്യക്തി ആരാകുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നു. എല്ലാം തേടി பார்த்தா ஒருவரும் காணவில்லை. എവിടെയും അന്വേഷിക്കുന്നു, കാണുന്നില്ല. நினைச்சேன் எங்கேயாச்சும் இந்த கிறிஸ்தவங்களுக்கு அங்க இருந்து எங்கேயாச்சும் சத்தம் போட்டு பேசி இருப்பாங்க, நம்ம காதுக்குள்ள வந்துடும். വീണ്ടും ഞാൻ ചിന്തിച്ചത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ദൂരെ നിന്ന് സംസാരിച്ചതായിരിക്കും, അത് ശബ്ദമായി എന്റെ കാതിൽ വന്ന് കേട്ടതായിരിക്കും. അല്ല இந்த ஒளி பெருக்கும் எங்கேயாச்சும் மைக் சத்தம் கேட்டும் அது நம்ம காதுக்குள்ள வந்துடும். ഏതെങ്കിലും സ്പീക്കർ മുഖാന്തരം ശബ്ദമായി എന്റെ കാതിൽ വന്ന് കേട്ടതായിരിക്കാം അത് എന്ന് അപ്രകാരം ഞാൻ ചിന്തിച്ചു. எனக்கு ஒரு கேள்வி உண்டாச்சு, அப்படியா இருந்தா நாம் கேட்கிற கேள்விக்கு அவர் பதில் சொல்கிறாரே. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യത്തിന് താൻ ഉത്തരം പറയുന്നല്ലോ എന്ന് മറ്റൊരു ചോദ്യവും എന്റെ ഉള്ളിൽ വന്നു. தேடிக்கொண்டிருந்தா நான் ஆவியா இருக்கிறேன், என் ரூபத்தை காண முடியாது. അങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഉത്തരം വന്നു, ഞാൻ ആത്മാവാകുന്നു, എന്റെ രൂപത്തെ നീ അന്വേഷിക്കാൻ. പാപത്തെ മன்னித்தால் உனக்கு സമാധാനം ഉണ്ടാകും. പ്രിയമുള്ളവരെ, പാപത്തെ കർത്താവ് പൂർണ്ണമായി ക്ഷമിച്ചാൽ മാത്രം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ആശീർവാദത്തെ നീ പെற்றுകൊள்ள முடியும். കർത്താവിന്റെ അനുഗ്രഹത്തെ നിനക്ക് പ്രാപിക്കാൻ കഴിയും. ആണ്ടവർ സിലുവയിൽ മരിച്ചിരിക്കുകയാ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ഇന്നേക്ക് നീ ഒപ്പുകൊടുപ്പായാൽ, ഇന്ന് നീ സമർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായി പാപത്തിൽ നിന്ന് വിടുതൽ, നിശ്ചയമായി പാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ ഉണ്ട്. അത് മറ്റുമല്ല അവരുടെ തലമുകളാൽ ഗുണമാകും. അത് മാത്രമല്ല അവന്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം പ്രാപിക്കും. എന്ത് വ്യാധിയാ இருந்தாலும் ശരി, നിനക്ക് ഏത് രോഗമായിരുന്നാലും. സായങ്കാലം അരുമയാണ് ബ്രദർ സാക്ഷി കൊടുത്ത അല്പം മുൻപ് പ്രിയ സഹോദരന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടുവല്ലോ. അവരുള്ള ഒരു വള്ളമേ ഇറങ്ങിട്ട് സൗഖ്യമടൈந்தார். തന്റെ ഉള്ളിലേക്ക് ഒരു ശക്തി വന്നിറങ്ങി താൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. വിശ്വാസിക്കുമ്പോൾ മഹിമയെ കാണാൻ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണാം. നീ ആവില നിറയപ്പെട്ടാൽ പൂർണ്ണ സുഖം ഉണ്ടാകും. നീ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചു കൊടുത്ത് നിറയപ്പെട്ടാൽ പൂർണ്ണ സൗഖ്യമുണ്ടാകും. എനിക്ക് ടൈഫോയിഡ് വന്നത്, എനിക്ക് ടൈഫോയിഡ് ഉണ്ടായി. അന്ന് 35 മരിക്ക കിടന്ന് എന്റെ തണ്ണി ഉള്ള പോകാതെ വായെല്ലാം പൊണ്ണു പിടിച്ച് ഈതാടിക്കൊണ്ടിരുന്നത്. 35 നാള് അപ്രകാരം തന്നെ വെള്ളം പോലും ഇറക്കുവാൻ കഴിയാതെ വായിലെല്ലാം പുണ്ണു വന്ന് ഞാൻ മരണാസന്നനായി മരണത്തിക്ക് നോക്കിക്കൊണ്ടിരുന്നാങ്ക. ஆனால் நானும் அந்த அளவுக்கு போய்கொண்டு இந்த பக்கம் படுத்து இந்த பக்கம் புண்ணுதான் ഉണ്ടായി എളുമ്പ് ഉட்கார முடியாது. ഞാനും ആ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഓരോ വർഷം മാറി മാറി കടന്ന് അവിടെ എല്ലാം വ്രണമായി അങ്ങനെ എഴുന്നേൽക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി. പലമുறை വന്നിരിക്കുക. അപ്പൊ ആണിച്ചോന്നെ ആണ്ടവരെ പിന്നെ നല്ല കാലത്തിൽ എന്നെ എടുത്തുകൊള്ളു. അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ വന്നെങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ കാലത്തിൽ തന്നെ എന്നെ എടുത്തുകൊള്ളണം, മതി കർത്താവ്. ഞാൻ എഴുന്നാലും കൂടെ ഞാൻ നമുക്ക് ഊഴിയം ചെയ്യ മുടിയാതെ ഒരു മനുഷ്യനായി ജീവിക്ക മുടിയാതെ അന്തളവ് ബലഹീനപ്പെട്ടിരിக்கிறேன். ഇനി ഒരു പക്ഷേ ഞാൻ
എഴുന്നേറ്റാലും ഞാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിപ്പാൻ കഴിയില്ല, അത്രത്തോളം ഞാൻ ബലഹീനപ്പെട്ടിരുന്നു. அப்படி நான் ஜெபித்து கொண்டிருக்கும் அப்படி சொல்லிக் கொண்டிருக்கும் போது ஒரு சத்தம் கேட்டது. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. கல்வாரிலே சிந்தப்பட்ட ரத்தம் யாருக்கு? அது உனக்கு. കാൽവറിയിൽ ചീന്തപ്പെട്ട അപരിശുദ്ധ രക്തം ആർക്ക് വേണ്ടിയാകുന്നു? നിനക്ക് വേണ്ടിയല്ലയോ? நினைச்சேன் இவ்வளவு மோசமா இருக்கு, அடிச்சு போட்டு உனக்குன்னு சொன்னா எப்படி எழும்ப முடியும்? അപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഇത്രയും മോശമായ അവസ്ഥയിൽ ഞാൻ കിടക്കുന്നല്ലോ, ഈ രക്തം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുന്നേൽക്കും? நான் விசுவாசிக்க முடியா? എനിക്ക് വിശ്വസിപ്പാൻ കഴിയില്ല. என்ன கவனிச்சு கொண்டிருந்த ஒரு தம்பியை பரிசுத்தாய் பற்றி வரம் திருத்தம் பேசுற பையன். അപ്പോ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഹോദരൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതും പ്രവചിക്കുന്നതുമായ ഒരു വ്യക്തിയായിരുന്നു. இந்த வார்த்தையை இரண்டு பேச வார்த்தைகளை இந்த தம்பி பேச வேண்டாம். അപ്പോൾ എന്നോട് ദൈവം സംസാരിച്ച വാക്കുകൾ ഈ സഹോദരൻ സംസാരിക്കണം. நான் உங்களுக்காக ஜெபம் பண்றேன். അപ്പോൾ പറഞ്ഞു, സഹോദരൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. சரியான ஒரு அபிஷேகம், ശരിയായിട്ടൊരു അഭിഷേകം വന്നു. மகனே கல்வாரிலே சிந்தப்பட்ட ரத்தம் யாருக்கு? அது உனக்கு. മകനെ, കാൽവറിയിൽ ചീന്തപ്പെട്ട രക്തം ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയല്ലയോ? ഡെഡ് ബാഡി, മരണപ്പാടിയെ കിടന്ന് എഴുന്നേൽക്കും, അപ്പടിയേ എഴുമ്പോ ശവശരീരം പോലെ കിടന്ന ഞാൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരിപ്പാനിടയായി. 48வது നാൾ കൊഞ്ചം കഞ്ചി കുടിച്ച് 60வது നാൾ എഴുந்து നടന്നു. 48ാമത്തെ ദിവസം അല്പം കഞ്ഞി കുടിക്കുവാനിടയായി. 60ാമത്തെ ദിവസം സൗഖ്യമുള്ളവനായി എഴുന്നേറ്റു. കൽവാരിയിൽ ചിന്തപ്പെട്ട യാർക്ക്? അത് ഉനക്ക്. ഇന്നേക്ക് ഉനക്ക്. കാൽവരിയിൽ ചിന്തപ്പെട്ട പരിശുദ്ധ രക്തം ആർക്ക് വേണ്ടി? ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളുക, അത് നിനക്ക് വേണ്ടിയാകുന്നു. ഉൻ പാവത്തെ കഴുകു മറ്റുമല്ല അന്റെ തലമുറ നീ ഗുണമാകുറായി. നിന്റെ പാപത്തെ കഴുകി വെടിപ്പാക്കേണ്ടതിന് മാത്രമല്ല, അവന്റെ അടിപ്പിണരാൽ നിന്നെ സൗഖ്യമാക്കേണ്ടതിനും തന്നെ. അവന്റെ പാടുകളെ നമ്മുടെ പാടുകളെ ഏറ്റുകൊണ്ടാറല്ലവാ. അവൻ നമ്മുടെ കഷ്ടതകളെയാകുന്നു തന്റെ മേൽ വഹിച്ചത്. ഒരു നാൾ എനിക്ക് ரொம்ப സീരിയസായി ரொம்ப മോശமான നിലയിലിരുന്നു. വേറെ ഒരു നാളിൽ ഞാൻ വളരെ രോഗാതുരനായി ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. എല്ലാം നോക്കി പാക്കുறாங்க, എപ്പോ മരിച്ചു പോവാർ, എപ്പോ മരിച്ചു പോവാർ. എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും, എപ്പോഴാണ് മരിക്കുന്നതെന്ന്. അവരുടെ இடத்துல ഒളിഞ്ചു അവൻ சொன்னேன், உங்க അഡ്രസ് കൊടുങ്ക, ഞാൻ ഉங்க വീട്ടിലേക്ക് തിരികെപ്പെടുത്തണം. അപ്പോൾ ഒരാൾ പ്രകാരം എന്ന് പറഞ്ഞ് അഡ്രസ് ഒന്ന് പറഞ്ഞു തരണേ, ഞാൻ വീട്ടിൽ കാര്യങ്ങൾ തക്ക സമയത്ത് അറിയിക്കണം. കൊടുക്കല ചേത്താ വന്ന് പിന്നെ പാത്തിട്ട് പോകട്ടു, ചെത്താൽ പാക്കട്ടും, എന്നാൽ മരിച്ചാൽ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം കാവൽ പണിക്കൊണ്ടിരുന്നാങ്ക. എല്ലാവരും അതിനായി നോക്കിക്കൊണ്ടിരുന്നു. 1 മണിക്ക് ഒരു വന്നാർ. 12 മണിക്ക് ഒരാൾ വന്നു. ഒരേ വാർത്ത சொன்னார், ഒരു വാക്ക് പറഞ്ഞു. മെയ്യാകവേ നമ്മുടെ പാടുകളെ ഏറ്റുകൊണ്ടാറല്ലവാ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വ്യാകുലങ്ങളെ അവൻ വഹിച്ചില്ലയോ? എല്ലാ വീക്കും അതേ സെക്കൻഡിൽ പോയി എളിമി നടന്നേ. അതേ സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കുവാനിടയായി. റൂമിട്ട് വെളിയെ വന്നേ. ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ വന്നു. എല്ലായിടം കൊഞ്ചം ഓടിയാടി പാത്തേ. ഞാൻ എല്ലാ റൂമുകളിലേക്കും ഓടി നടന്ന് കാണുവാനിടയായി. എനിക്കൊരു സംശയമുണ്ടായി. കനവുതാൻ കാങ്കറോ, ഇത് സ്വപ്നമാണോ? കനവുതാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വപ്നമാണോ സംഭവിക്കുന്നത്? കൊഞ്ചം കൂടെ നടന്നു പോകരെ. ഒന്നുകൂടെ ഞാൻ തന്നെ ഒന്ന് നടന്നു നോക്കി. കനവല്ല. അപ്പോൾ മനസ്സിലായി ഇത് സ്വപ്നമല്ല. വാക്കുമാറാത്തവർ, വാക്കുമാറാത്തവർ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവർ. കാലങ്ങൾ മാറിപ്പോകവില്ല. അവന്റെ വചനം മാറിപ്പോകുന്നില്ല. സദാകാലവും സദാകാലവും ആലോചിക്കുകയാണ്. അവൻ സദാകാലത്തേക്കും അഥവാ എന്നേക്കും അവൻ ജീവിക്കുന്നു. അവൻ നിന്റെ രോഗങ്ങൾ എത്ര തന്നെ ആയിരുന്നാലും, നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്ര തന്നെ ആയിരുന്നാലും, നിന്റെ വിശ്വാസത്താൽ പിശാച് വിറയ്ക്കുവാൻ പോകുന്നു. പാപത്തിൽ നിന്ന് മനം തിരുമ്പേ. ആകയാൽ യഥാർത്ഥമായി നീ പാപത്തിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. സാപത്തിന് വ്യാധികൾ, പാപം നിമിത്തം ശാപം, ശാപം നിമിത്തം രോഗങ്ങളും ഉണ്ടാകുന്നു. കുടുംബത്തില് സമാധാനമില്ല. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലും സമാധാനമില്ല, തൊഴിലില് സമാധാനമില്ല, നിന്റെ ഔദ്യോഗിക മേഖലയിൽ സമാധാനമില്ല, പിള്ളേകളിലെ സമാധാനമില്ല, കുഞ്ഞുങ്ങളിൽ സമാധാനമില്ല. എങ്ക പോണാലും എല്ലാവർക്കും സമാധാനമില്ല. എവിടെ പോയാലും സമാധാനമറ്റവരായി തീരുന്നു. കാരണം ദേവൻ ഇല്ലേ ഉന്നോട്. എന്തുകൊണ്ടെന്നാൽ ദൈവം നിന്നോട് കൂടെയില്ല. നീ പാവി, ദേവൻ സിദ്ധം ചെയ്യാത്ത ഒരു മനുഷ്യൻ. നീ ഭാവിയായിരിക്കുന്നു, ദൈവഹിതം ചെയ്യാത്ത വ്യക്തി. ചെയ്തു പാക്കറ എല്ലാം തോൽവി തോൽവി, പ്രശ്ന പ്രശ്ന എന്ന് എല്ലാ വിധത്തിലുള്ള തോൽവികളും പ്രശ്നങ്ങളും ഓരോന്നായി നേരിട്ടുകൊണ്ട് നീ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു. നീ ആരായിരുന്നാലും ശരി, നീ ആരായിരുന്നാലും ഇന്ന് യേശു ഏറ്റുകൊൾ. ഇന്ന് യേശുവിനെ പൂർണ്ണമായി കൈക്കൊള്ളുക. അവർ 10,000 ചേർന്നവ വേറെ ഒരു ഇല്ല. അവൻ 10,000 അതിശ്രേഷ്ഠൻ, അവനോട് തുല്യൻ മറ്റൊരുവൻ ഇല്ല. മെയ്യാണ് ദേവൻ ഒരുവരേ
இயேசு கிறிஸ்து. സത്യ ദൈവം ഒരുവനേ ഉള്ളൂ, അവനാകുന്നു യേശു ക്രിസ്തു. இன்றுமல்ல உனக்கு நித்திய வரைக்கும் போதுமானவர். ഇന്ന് മാത്രമല്ല ഈ വരും നിത്യതയിലേക്കും നിന്നെ കരുതുന്നവൻ നിനക്ക് മതിയായവനാകുന്നു. ஒன்று உன் பாவத்திலே இருப்பாயானால் അതുകൊണ്ട് ഒന്നാമതായി ചിന്തിക്കുക, നീ പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ இயேசு பார்க்க முடியாது. യേശുവിനെ കാണുവാൻ കഴിയുകയില്ല. இயேசுடைய ரத்தம் உனக்கு சுதந்திரம் இல்ல. യേശുവിന്റെ രക്തം നിനക്ക് അവകാശമാക്കുകയില്ല. വാഗ്ദത്തങ്ങളും ആശീർവാദം ഉനക്കുரியது அல்ல. നിത്യതയിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നിനക്കുള്ളതല്ല. இன்னைக்கு மனம் திரும்புவாயாக. ആകയാൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടുകൊള്ളുക. കട്ടകുമാരൻ പോണാ മുടിയനായ പുത്രൻ കടന്നുപോയി, ആശയം കൊണ്ടുപോണാ, എല്ലാ വസ്തുവകളും കൊണ്ടുപോയി, എല്ലാം വേദന, എല്ലാം അത് അവന് വേദന. നീ പാപത്തിന് നിമിത്തமாக എല്ലാം വേദനയ്ക്കുള്ള ഇരിക്കുകയാ. പാപം നിമിത്തമായി നിന്റെ ജീവിതം മുഴുവൻ വ്യാകുലം നിറഞ്ഞിരിക്കുന്നുവോ? സമാധാനമില്ലാതെ ഇരിക്കുകയാ. സമാധാനമില്ലാതെ കാണപ്പെടുന്നുവോ? ദരിദ്രങ്ങൾ ഉണ്ടാ കടം വാങ്ങുകയാ. ദാരിദ്ര്യങ്ങൾ മൂർച്ഛിച്ച് കടം വാങ്ങുന്നുവോ? ദരിദ്രങ്ങൾ കടം വാങ്ങുന്നത് നാം ദരിദ്രരായി കടം വാങ്ങുന്നു. ചിലർ വട്ടിക്കടം വാങ്ങുന്നത്, ചിലർ പലിശയ്ക്ക് പണം. വാണം ഭൂമി നമുക്കുരിയത്, എന്നാൽ ആകാശത്തിനും ഭൂമിയിലുള്ളത് നമുക്കുള്ളതാകുന്നു. വിശേഷിക്കപ്പെട്ട പിള്ളയാ ഇരിക്കുക, നീ ദൈവത്തിന്റെ കർത്താവിന്റെ വിശേഷിക്കപ്പെട്ട പൈതലാകുന്നു. നിനക്ക് വേണ്ടി സകലതും അവൻ ചെയ്ത് നിവർത്തിക്കുന്നു. ആശീർവാദം ഇരട്ടിപ്പാണ് ആശീർവാദം. ഇരട്ടിയായി അനുഗ്രഹിക്കുന്നു, ഇരട്ടിയായി അനുഗ്രഹിക്കും. നീ പാപം മன்னிப்பு നിശ്ചയത്തെ പെற்றுകൊള്ളുവായാക. ആകയാൽ നീ പാപമോചനം എന്ന നിശ്ചയം പ്രാപിച്ചാൽ 2000 കാലം ഇപ്പം ഉണ്ട് அந்த ஆண்டவர். 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും അവൻ കർത്താവാകുന്നു. ഇന്നും കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി അവൻ തൂങ്ങപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ചില നിമിഷങ്ങൾ കണ്ണുകളെ അടയ്ക്കുക. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കലാ. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ചിരിക്കാം. ഒരു വിശ്വാസിയായിരിക്കലാം. നീ ഒരു വിശ്വാസിയായിരിക്കാം. ഒരു വരം പെറ്റ ആളായിരിക്കലാം. നിനക്ക് കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ത്യക്കും കൂടെ നീ പിന്മാറ്റത്തില് ഇരുപ്പായാൽ ജീവിതത്തിലെ മായമാളമായി ഇരുപ്പായാൽ, എന്നാൽ ഇന്ന് രാത്രിയും നിന്റെ ജീവിതം പിന്മാറ്റത്തിലാണെങ്കിൽ, നീ ഒരു കപടഭക്തിക്കാരനെ പോലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പരിശുദ്ധവാൻ നടിക്കലാം. നീ വിശുദ്ധന്മാർക്ക് മുമ്പാകെ ഒരു വിശുദ്ധനെ പോലെ, ദൈവപൈതലിനെ പോലെ നിനക്ക് അഭിനയിക്കാം. ഉன்னுடைய പാപം മുമ്പാக இருக்கிறது. എന്നാൽ നിന്റെ പാപം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഉன்னுடைய സീക്രട്ട്, രഹസ്യ പാപങ്ങൾ, നിന്റെ രഹസ്യ പാപങ്ങൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ മുമ്പിലുമുണ്ട്. യോബിന്റെ പുസ്തകം 31-33 വാസിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം 39-33 വായിക്കുമ്പോൾ, ആദാമെ പോലെ പാപങ്ങളെ മൂടി വയ്ത്തേനോ, ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി വെച്ചോ. വാലിബനെ എത്ര പാപത്തെ മൂടി മറച്ചു വെച്ചിരിക്കുകയായി. യൗവനക്കാരാ, എത്രയോ പാപങ്ങളെ നീ മൂടി മറച്ചു വെച്ചിട്ടുണ്ട്. വാലിബ സന്തതിയെ എത്ര പാപത്തെ മറച്ച് രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുകയായി. യൗവനക്കാരെ, എത്രയോ പാപങ്ങൾ ചെയ്ത് അതെല്ലാം മൂടി മറച്ച് നീ വെച്ചിരിക്കുന്നു. വാലിബരെക്കാട്ടിലും വയതു വിട്ട രഹസ്യ പാപങ്ങൾ. യൗവനക്കാർ മാത്രമല്ല, ഇന്ന് മുതിർന്നവർ കൂടി രഹസ്യ പാപങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വല്ലഭം ഉനക്കുള്ള ഏൻ ഇല്ല? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നില്ല? സഭയിൽ ഉനക്കൊണ്ട് ഏൻ ജീവനില്ല, മഹിമയില്ല? എന്തുകൊണ്ട് ദൈവസഭയിൽ നിന്നെ കൊണ്ടൊരു ജീവനും മഹത്വവുമില്ല? രഹസ്യ പാപത്തിൽ ഈടുപെട്ട ഒരേ ഒരു ആകാൻ പോതും. നീ രഹസ്യ പാപത്തിൽ ഇടപെട്ട ഒറ്റ വ്യക്തിയായി ഇരുന്നാലും കൂടെ മുഴുവൻ ഇസ്രായേലിന് തോൽവി, സഭയിലെ ജീവനില്ല, വല്ലമയില്ല. അങ്ങനെ ഒരു വ്യക്തിയായി നിങ്ങൾ സഭയെ കാണപ്പെട്ടാലും മുഴുവൻ ഇസ്രായേലിന്റെ തോൽവിക്ക് കാരണമായതുപോലെ ആയിരിക്കും. യാരായിരുന്നാലും രഹസ്യപാപം ഇരിക്കുമെന്ന കണ്ണീർപടി. ആകയാൽ ആഖാനെ പോലെ ആരെങ്കിലും രഹസ്യപാപത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ കണ്ണുനീർ തൂക്കുക. 20-14 ചൊല്ലപ്പെട്ട് അവനുடைய വാള വെയ്ത് പാപങ്ങൾ മണ്ണിലെ പഠിച്ചിരിക്കും. യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, അവന്റെ യൗവനത്തിലെ പാപങ്ങൾ മണ്ണിലായിരിക്കുന്നു. എഴുന്നു വരുമ്പോൾ പാപങ്ങൾ എഴുന്നു വരുമ്പോൾ പാപം, എന്നാൽ എഴുന്നേറ്റ് വരുമ്പോൾ പാപവും കൂടെ എഴുന്നേറ്റ് വരും. നല്ല മായമാളം മണ്ണി കടച്ചി നല്ല അടക്കാരനും കൂടെ മണ്ണെല്ലാം വീട്ടിൽ കൂട്ടം ആറുതൽ കൂട്ടം വയ്ക്കലാണ്. പാവം ഒരു കണ്ണിക്ക് തന്നെ തിരിയും. കപടഭക്തിക്കാരനെ പോലെ ജീവിച്ചിട്ട് മരിച്ചിട്ട് നല്ല അടക്കാരാധനയും അതിനുശേഷം ആറുതൽ കൂട്ടവും മറ്റ് യോഗങ്ങളൊക്കെ ഇതിനോട് സംബന്ധിച്ചൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പാപം അവിടെ തന്നെ കിടക്കും. നീതിമാൻ ഒരുവനുമില്ല, ഉണ്മതാ. നീതിമാൻ ആരുമില്ലെന്നുള്ളത് സത്യം തന്നെ. ഇന്ത്യക്ക് നീ അറിയിക്ക ഇടുവായാണ്. എന്നാൽ ഇന്ന് രാത്രി നീ ഏറ്റുപറഞ്ഞാൽ, ഇവളോ കാലം എന്നൊരു രഹസ്യ പാപത്തിൽ ഞാൻ വിടുതലയില്ല. കർത്താവേ, ഇത്രയും കാലം ഞാൻ രഹസ്യഭാവത്തിൽ ജീവിച്ചു, എനിക്കതിൽ നിന്നൊരു വിടുതൽ ഇല്ലല്ലോ. റാബോചന എടുக்கிறேன், വീണ്ടും അതവേറ്റ് ചെയ്യുகிறேன். ഞാൻ തിരുവത്താഴം എടുക്കുന്നു, വീണ്ടും അതിൽ തന്നെ കൊടുങ്ങുന്നു. സഭയിൽ മുഖ്യமான മെമ്പറാ இருக்கிறேன், അതവേ ഞാൻ ചെയ്യുகிறேன். എന്നാൽ ഞാൻ സഭയിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാകുന്നു, ഞാൻ അതേ ഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അഴുവായാൽ, ഇന്ന് രാത്രി നീ കരയുന്നുവെങ്കിൽ കർത്തർ ഉന്നെ മன்னிப்பார்.
കർത്താവ് നിന്നോട് ക്ഷമിക്കും. ஒருவேளை உனக்கு சிச்சையினால பல நஷ்டங்கள் வேதனை போராட்டங்கள் எல்லாம் கொடுத்து இருக்கலாம். നിനക്ക് ഒരുപക്ഷെ നിന്നെ ശിക്ഷിക്കേണ്ടതിനായി പലവിധമായ നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. கெட்டகுமாரன் திரும்பி வந்து ஆசீர்வதிக்கப்பட்ட போல கர்த்தர் இன்றைக்கு ஆசீர்வதிக்க போகிறார். മുടിയനായ പുത്രൻ മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി മടങ്ങി വരുന്നുവെങ്കിൽ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. இன்றைக்கு நீ இதை அசட்ட பண்ணுவாயானா? എന്നാൽ ഇന്ന് രാത്രി ഇത് നീ തള്ളിക്കളഞ്ഞാൽ, இதுக்கு உன்னுடைய ஞானமோ அறிவோ புத்திய திறமையில சிந்திப்பாயானா? നിന്റെ സ്വന്തം ജ്ഞാനത്തിലും അറിവിലും ബുദ്ധിയിലും നീ ചിന്തിച്ചു കൂട്ടിയാൽ இன்னொரு நாளும் கிடைப்பதில்லை. எல்லாம் முழங்கால் நிற்போம். ഇനി ഒരു നാൾ നിനക്ക് നൽകപ്പെടുകയില്ല. എല്ലാവരും മുഴങ്കാലിരുന്നാട്ടെ. சிலுவை நோக்கி பார். എല്ലാവരും കാൽവരി ക്രൂശിനെ നോക്കിയാട്ടെ. பாடு நமக்காக. അവന്റെ കഷ്ടതകൾ നമുക്ക് വേണ്ടിയല്ലോ. ரத்தம் நமக்காக. അവന്റെ രക്തം നമുക്ക് വേണ്ടിയല്ലോ. உன்னோடு கூட இருக்கிறார். ഉയർത്തെഴുന്നേറ്റ് നിന്നോട് കൂടിയിരിക്കുന്നു. உன்னோடு கூட இருக்கிறார். അവസാനത്തോളം നിന്നോട് കൂടിയിരിക്കുന്നു. விசேஷிக்கவன் நித்தியம் கொண்டு போகும்படியாக. എന്നും നിത്യത വരെയും നിന്നെ കൊണ്ടുപോകേണ്ടതിനായി. அவன் திரும்பி வரும்போது என்ன சொன்னான்? അവൻ തിരിഞ്ഞു വരുമ്പോൾ എന്ത് പറയുന്നു? அப்பா உம்முடைய மகன் என்று சொல்வதற்கு நான் தகுதி இல்லை. ആ മുടിയനായ പുത്രന് പ്രകാരം പറയുന്നു, പിതാവേ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ஆனா ஒன்று செய்யும். എന്നാൽ ഒന്ന് ചെയ്യണമേ. உம்முடைய வீட்டுல என்னை வேலைக்காரனா வைத்துக் എന്റെ വീട്ടിൽ എന്നെ ഒരു വേലക്കാരനെ പോലെ കരുതണമേ. வேதனைப்படுகிறான், தன்னை தாழ்த்துகிறான். അവൻ അധികമായി വ്യാകുലപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കും. வேலைக்காரனா என்னை ஏற்றுக்கொள்ளும். അവസാനം പറയുന്നത് ഒരു ജോലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. அவ்வளவு துரோகியாய மனுஷனை தகப்பன் கண்ணீர் விட்டு அறிந்து அழைக்கிறார். അത്രയ്ക്ക് ദ്രോഹിയായ വ്യക്തിയായിരുന്നു. കണ്ണുനീർ ചൊരിഞ്ഞ് അവൻ താഴ്ത്തി സമർപ്പിക്കും. அவருக்கு ஒரு ஆசீர்வாதம் கொடுத்தார். അതുകൊണ്ട് പിതാവ് അവനെ അനുഗ്രഹിച്ചു. அவனுடைய அறிக்கையை பாருங்க. உங்களுடைய பிள்ளை என்று சொல்ல தகுதி இல்லை, வேலைக்காரனா வைத்துக்கொள். അവന്റെ ഏറ്റുപറച്ചിലിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ അപ്പാ എനിക്ക് യോഗ്യതയില്ല, നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണമേ. ഉമക്കുറമോ പരത്തുക്കുറമോ ദേവനുക്കുറമോ പാപം ചെയ്തവൻ, നിനക്ക് വിരോധമായും സ്വർഗത്തിന് വിരോധമായും ഞാൻ പാപം ചെയ്തു പോയി. എല്ലാം ഇടം കൊടുപ്പമാക. ആകയാൽ എല്ലാവരും അല്പസമയം സമർപ്പിക്കുക. വളരെ ക്രിയ ചെയ്യ പോകാം. ഇല്ലെങ്കിൽ പിശാച് ശക്തിയായി പ്രവർത്തിക്കും. അറിക്കയോടെ അവനക്ക് ഇഷ്ടമേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റു പറയുന്നത് പിശാചിന് അല്പം പോലും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു തീർക്ക പേയത്തുറത്ത് ഒരു അർത്ഥന മനസ്സിനും കൂടെ എളിതാ ചെയ്യ വിടുവാൻ. പല കാര്യങ്ങൾ ചെയ്യാം, പ്രവചിക്കാം, അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പിശാച് ചെയ്യിപ്പിക്കും. പാപത്തെ അറിക്ക പണ്ണ ഇടം കൊടുക്ക മാട്ടാൻ. എന്നാൽ പാപത്തെ ഏറ്റുപറയുവാൻ പിശാച് നിങ്ങളെ സമ്മതിക്കുകയില്ല. അതിനാലதான் അനേകർ തൂങ്ങുന്നത്. അതുകൊണ്ടാവുന്നു അനേകർ ഉറങ്ങുന്നത്. ചെവി സായ്ക്കതില്ല. ഈ വചനങ്ങൾക്ക് ചെവി അയക്കാത്തതും. ചെവി എങ്ക വസനം നമ്മുടെ ചെവി നമ്മുടെ ചിന്തയില വേറെ എങ്കേച്ചിരിക്കും. മനസ്സ് ചിന്താമണ്ഡലം വേറെ എവിടെയോ പോയിരിക്കുന്നു. എപ്പോ മുടിപ്പാങ്ക, എപ്പോഴാവുന്നു തീരുന്നത്, എപ്പോ ശീഘ്രം പോകലാം, എപ്പോ പെട്ടെന്ന് കടന്നു പോകാം. ഇല്ലാത്ത ചിന്തനെല്ലാം കൊണ്ടുവരും. വേണ്ടാത്ത സകല ചിന്തകളും കൊണ്ടുവരും. ഇவ்வளவு നേരം ചിന്തിക്കാനാണ് ഇപ്പൊ കൊണ്ടുവരുവാ. ഇത്രയും നേരം ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പിശാച് കൊണ്ടുവരും. സാത്താൻ ഉലാവിക്കൊണ്ടിരിക്കുക. ഇത് സാത്താൻ ഉലാവുന്ന സമയം. ഉലാവിക്കൊണ്ടിരിക്കുക. ദൈവം ഉലാവുന്നു. ഒരു 2 നിമിഷം കൊഞ്ച നേരം കണ്ണുകൾ മൂടും. 2-3 മിനിറ്റ് മാത്രം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. കർത്തരങ്ങൾ ഉലാവിക്കൊണ്ടിരിക്കുക. ദൈവം ഇവിടെ നമ്മുടെ മധ്യ ഉലാവുന്നു. സത്യത്തെ കേൾപ്പായി. അങ്ങനെയുള്ളവർ ദൈവശബ്ദം കേൾക്കും. സത്യത്തെ കേൾപ്പായി. ദൈവശബ്ദം കേൾക്കും. നീ ദർശനത്തെ കാൺപായി. നിങ്ങൾ ദർശനം കാണും. മൈനയെ കാൺപായി. കർത്താവിന്റെ മഹത്വത്തെ ദർശിക്കും. ഉടൈந்து താഴ്ത്തി ഉടൈந்து അളുപമാക്കെ. ആരെല്ലാം തങ്ങളെ തന്നെ താഴ്ത്തി തകർന്ന് കരയുന്നുവോ, എല്ലാവരും മുഴങ്കാലിൽ നിന്നാട്ടെ. കഴിയാത്തവർ വേണ്ട. തകപ്പുമാർ മുടിയാതെങ്കിൽ എളിമീണ്ട് പറത്തുക കൈതൂക്കുങ്ക. വയ്യാത്തവർ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുക. 2 കരങ്ങളെ പാക്കട്ടും പിതാവാകിയ ദേവൻ. നിന്റെ 2 കരങ്ങളും സ്വർഗീയ പിതാവ് ഇന്ന് രാത്രി കാണട്ടെ. എല്ലാം മുഴങ്കാല മുടക്കുമാകെ. എല്ലാവരും മുഴങ്കാൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ മടക്കിയാട്ടെ. അന്യ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ. അന്യ ശബ്ദത്തിന് നീ ചെവി കൊടുക്കേണ്ട. ദൈവമത്രേ നമ്മുടെ മധ്യേ ഉലാവുന്നത്. ദൈവമത്രേ ഉലാവുന്നത്. നന്മയിനാൽ കരുണയാൽ നിറയ്ക്കാൻ പോകുക. നന്മയും കരുണയാലും നമ്മെ നിറയ്ക്കുവാൻ പോകുന്നു. അപ്പാ ഉമക്കുറമ പറത്തുക പാപം ചെയ്ത്. വാതുറന്ന് ഏറ്റു പറയുക, പിതാവേ നിനക്ക് വിരോധമായും സ്വർഗത്തിന് വിരോധമായും ഞാൻ പാപം ചെയ്തു പോയി. പിള്ളേ എന്ന് ചൊല്ല തകുതിയില്ല. നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ, മകൾ എന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. സത്യത്തെ കേൾക്കുകയാണ്. നിന്റെ ശബ്ദത്തെ കർത്താവ് കേൾക്കുന്നു. ഇസ്രായേലിയ അടിമത്താണ് കൂക്കറിൽ പർവ്വതത്തിൽ കെട്ടിയത്. ഇസ്രായേൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അവിടെ നിന്ന് അവർ നിലവിളിച്ച നിലവിളി സ്വർഗത്തിൽ എത്തിയല്ലോ. ഇപ്പോൾ ശബ്ദം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിന്റെ ശബ്ദവും സ്വർഗത്തിൽ എത്തിച്ചേരുന്നു. ആഗാരും ഇസ്മായേലും അഴുത ശബ്ദം കേട്ടാൽ. ഹാഗാറും ഇസ്മായേലും ആ ശബ്ദം കേട്ടു. ആഗാരേ കണ്ണീരെ കണ്ടേ. ഹാഗാറേ
നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു. உன் பிள்ளையின் சத்தம், குடும்பத்தின் சத்தத்தை கேட்டிருக்கிறேன். നിന്റെ ബാലന്റെ ശബ്ദം, നിന്റെ കുടുംബത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. உடனே ஒரு ஊற்று திறக்கப்பட்டது. നിന്റെ ஊற்று നിനക്ക് വേണ്ടി ഒരു നീരുറവ തുറക്കപ്പെടുന്നു. നീയും പിള്ളയും ആശ്രയിക്കപ്പെടാൻ പോകുരാ. നീയും നിന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. കണ്ണീർ തേവ. എല്ലാവരും കരഞ്ഞു നിലവിളിക്കുക. ശിലുവയെ നോക്കിപ്പാ. നിങ്ങൾ കാൽവരി ക്രൂശിനെ നോക്കുക. എനിക്കാ പാടുപെട്ട. എന്തിനു വേണ്ടിയാവുന്നു കർത്താവ് കഷ്ടം സഹിച്ചത്? കണ്ടവർക്ക് പാത്തി പോലെ പീഡിക്കപ്പെട്ട. എന്തുകൊണ്ടാകുന്നു അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടം പോലെ കീറപ്പെട്ടത്? ശിലുവയെ മറ്റു നോക്കിപ്പാ. കാൽവരി ക്രൂശിനെ നോക്കുക. കണ്ണ മൂട്. കണ്ണുകളെ അടയ്ക്കുക. പിശാചിന് ഇടം കൊടുക്കാതെ. പിശാചിന് ഇടം നൽകാതെ. അവന്റെ ചെവി തിറന്നിരിക്കുന്നത്. അവന്റെ ചെവി തുറന്നിരിക്കുന്നു. ഒന്ന് വാഞ്ച അറിഞ്ഞിരിക്கிறார். നിന്റെ ജീവിതത്തെ അവൻ അറിയുന്നു. വാഞ്ച നിന്റെ വാഞ്ചയെ അവൻ അറിയുന്നു. ഇപ്പോൾ നീ വിടുതല പെറ പോകുരായ്. ഇപ്പോൾ നിനക്ക് വേണ്ടി വിടുതൽ ഉണ്ടാകുന്നു. പാപമറിയാത്ത പരിശുദ്ധനേശു നിൻ പാപങ്ങളാകിലവും ഒരു ശക്തി ഇറങ്ങട്ടെ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാകിടൂ അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാകിടൂ അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാകുവാൻ അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ. அருமையானவர்களே, ஹல்லேலூயா, 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 ஹல்லேலூயா. இப்பொழுது கர்த்தர் குணமாக்கும் இந்த பரிசுத்த
அவன் வல்லமை அனுப்புகிறார். പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നിന്നെ സൗഖ്യമാക്കേണ്ടതിനുള്ള ശക്തി അവൻ അയക്കുകയാകുന്നു. இன்னைக்கு மாலையில் உள்ள சாட்சியை கேட்டோம். ഇന്ന് സായാഹ്നത്തിലുള്ള സാക്ഷി നിങ്ങൾ കേട്ടുവല്ലോ. பரிசுத்த ஆவியிலே துள்ளி சாடினார். താൻ ആത്മാവിൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നപ്പോൾ രോഗാതുരമായ ശരീരത്തെ വിട്ട് താൻ തുള്ളിച്ചാടുവാനിടയായി. சுகம் பெற்றார். താൻ സുഖം പ്രാപിച്ചു. சுகம் பெற்றவங்களை கை வைக்கிறதில்லை, அவங்களை குறிப்பிட்டு ஜெபம் பண்ணுவதும் இல்லை. നാം അപ്രകാരം സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി കൈവച്ച് താൻ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ആരും തന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. இப்படி வசனம் கேட்டபோது பயங்கரமா ஆவியில் நிறைவாங்க. വചനങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായി ആത്മാവിൽ നിറയും. ஒவ்வொரு என்ன கர்த்தருடைய அபிஷேகம் வந்து நான் குணம் பெற்றேன். എന്നിട്ട് പറയുവാനിടയാവും, കർത്താവിന്റെ അഭിഷേകം എന്റെ മേൽ വന്നു, ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ஒரு கை உச்சமா இப்படி இருந்தாங்க, அவங்க ஆவியில இருந்து கை ரெண்டு சரியா போயிட்டு. കൈ വരണ്ട അവസ്ഥയിൽ പ്രകാരം ഒരു വ്യക്തി ആയിരുന്നു, എന്നാൽ ആത്മാവിൽ നിറഞ്ഞപ്പോൾ കൈ ശരിയായി തീരുവാനിടയായി. കത്തികൾ ശരിയായിട്ട് വയറ്റിലുണ്ടായിരുന്ന മുഴ നീക്കപ്പെടുവാനിടയായി. ആശ്ചര്യപ്പെട്ടിരിക്കുകയാർ. ഞങ്ങൾ തന്നെ ആശ്ചര്യപ്പെടുവാനിടയായി. ഡോക്ടർമാർ ആശ്ചര്യപ്പെടുവാനിടയായി. എല്ലാം കേട്ട ആവിയില നിറപ്പപ്പെട്ട തൊട്ട നാങ്കല്ല ആവിയാനവർ. ആകയാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ മാറ്റപ്പെട്ടതാകുന്നു. അത് ഞങ്ങളാലല്ല, പരിശുദ്ധാത്മാവിനാലാകുന്നു. നീ പരിശുദ്ധാവിൽ നിറയപ്പെടുമ്പോൾ, ആകയാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ആത്മാല ശരീരത്തിലേക്ക് വല്ലമ സുട്ടരിക്കും. നിന്റെ ആത്മാവിനും ശരീരത്തിനും പോരാടുന്ന ദുഷ്ടശക്തികളെ പെറ്റുകൊള്ള മുടിയോ. ഇന്ന് രാത്രികാലം അത് പ്രാപിക്കുക. പിന്മാറ്റം ഓടട്ടോ. നിന്റെ പിന്മാറ്റം നീങ്ങട്ടെ. അധൈര്യം ഓടട്ടോ. നിന്റെ അധൈര്യം നീങ്ങട്ടെ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിയേ അവകാശം നൽകുക. മുൻപകമായി ക്രിയ ചെയ്തു കൊണ്ടുവരുகிறார். കർത്താവിന്റെ ആത്മാവ് മുൻപിൽ നിന്ന് പുറകോട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു. വളരെ ഊറ്റിയിരിக்கிறார். അനേകരിലും ഈ ദൈവശക്തി അവൻ ഊറ്റിയിരിക്കുകയാകുന്നു. പിന്നാളിരിക്കുന്ന ഏകമായി ഇടം കൊട്. എന്നാൽ പുറകിലിരിക്കുന്നവർ ഇതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഇടം കൊടുക്കുക. ഇന്ന് നോടിപ്പോൾ ഉണ്മയെ തൊടാൻ പോകുகிறார். ഈ സമയം തന്നെ നിന്നെ അത് തൊടുവാൻ പോകുന്നു. ഹൃദയത്തെ കഠിനപ്പെടുത്തുகிறாർ. പലരും ഹൃദയത്തെ കഠിനമാക്കുന്നു. സന്ദേഹപ്പെട്ടുകൊണ്ടിരിக்கிறார். പലരും സംശയിക്കുന്നു. നീ മുറുമുറുത്തുകൊണ്ടിരിக்கிறார். പലരും പിറുപിറുക്കുന്നു. ഉനക്കുത്താ നഷ്ടം. എന്നാൽ അത് നിനക്കാകുന്നു നഷ്ടം. ഇപ്പോൾ തന്നെ ഇടം നൽകുക. அந்த ஸ்திரீ இவரை தொட்டால் போதும், விசுவாசத்தில் தொட்டால் அந்த ஸ்திரீ ഒരു രക്തസ്രവമുള്ള സ്ത്രീ വന്ന് തൊട്ടപ്പോൾ, ഇപ്പം വിശ്വാസത്തിൽ തൊട്ടാൽ ആണ്ട சொன்னா நான் குணமாக்கிறேன். എന്നെ തൊട്ടത് യാർ? വിശ്വാസത്താൽ തൊടുന്നെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും. അന്ന് ചോദിച്ചതുപോലെ ഇന്നും ചോദിക്കും, എന്നെ തൊട്ടത് ആരാകുന്നു? എന്നിൽ വല്ലമ പുറപ്പെട്ടിരിക്കുന്നത്. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആവിയിലെ വല്ലമപ്പെട്ട ഗുണം വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്പർശിക്കപ്പെടുന്നവർ സൗഖ്യമാകും. എല്ലാവരും ഉണർന്നുകൊള്ളുക. உட்காரும் എല്ലാവർക്കും அப்படினால
ഉന്നതപ്പെട്ട 6:2 വാസിക്കും പൊഴുത് വീണ്ടും നാം ഉത്തമഗീതം 6-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. தோட்டங்களில் மேயவும் லீலி புஷ்பங்களை கொய்யவும் என் நேசர் தமது தோட்டத்துக்கு கந்த வர்க்கங்கள் பாத்திகளுக்குள் போனார். இப்ப தோட்டத்தில கந்தவர்க்க சபைக்காக வேண்டி பூர்ணத்துக்காகவும் கூட இயேசு மரித்து இருக்கிறார். അടുത്തതായി തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് പ്രിയൻ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നു എന്നാകുന്നു. ഹെബ്രായർ 2-ാം അധ്യായം 10-ാം വചനം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകരെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ஏனென்றால் தமக்காக தம்மாலே சகலத்தையும் உண்டாக்கினவர் அநேகம் பிள்ளைகளை மகிமையில் கொண்டு வந்த சேர்க்கையில் அவர்களுடைய ரட்சிப்பின் அதிபதியை உபதிரவங்களினாலே பூர்ணப்படுத்துகிறது அவருக்கு ஏற்றதா இருக்கிறது. യേശു പൂർണ്ണത്തിൽ കൊണ്ടുപോകുന്ന നല്ല ഒരു കാര്യം എന്ന് ചൊല്ലാം. ആകയാൽ ഇവിടെ നാം കാണുന്നത് പോലെ രക്ഷാനായകനായ യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. ഉപത്തിരത്തിനാല് ഒരു രക്ഷിപ്പ് ഉണ്ടാകുന്നത്. ആകയാൽ കർത്താവ് അപ്രകാരം കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്കൊരു രക്ഷയുണ്ടാകുന്നു. രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം പെട്ട് പരിശുദ്ധാടി മറ്റുമല്ല, രക്ഷിക്കപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് മാത്രമല്ല, അനേക പുള്ളിയില് മഹിമയില് വരിയില് കൊണ്ടുപോകുന്നത്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് അഥവാ അവന്റെ വരവിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളേണ്ടതിനായി പാടുപെട വേണ്ടിയതാണ്. അതിനുവേണ്ടിയാകുന്നു യേശു ഇത്രയധികം കഷ്ടം സഹിച്ചത്. ഏറ്റതായിരുന്നത്. ആകയാൽ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനേകരെ മഹിമയിലെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അനേക പുത്രന്മാരെ തേജസ്സിൽ കൊണ്ടെത്തിക്കേണ്ടതിനായി നമുക്ക് പാടുകളെ അനുവദിച്ചിരിക്കുക. അതിനുവേണ്ടിയാകുന്നു നമുക്കും ചില കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത്. 1-ാം പേര് 5-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ, 1 പത്രോസ് 5:10 വായിക്കുമ്പോൾ, கிறிஸ்துவுக்குள் நம்மை தமது நித்திய மகிமைக்கு அழைத்தவராயிருக்கிற சகல கிருபை பொருந்திய தேவன் தாமே கொஞ்ச காலம் എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവരുള്ളത്. ആമേൻ. എതുക്ക് നമ്മുടെ ആണ്ടവർ മറ്റുമല്ല, കർത്താവിനെ മാത്രമല്ല നമ്മളെയും കൂടെ ഊത്തത്തില് കൊഞ്ച നാൾ പാടുകൾ, ലേസാന ഊത്തരം 10 നാൾ പാടുകൾ, നമ്മയും കൂടി അല്പകാലം കർത്താവ് കഷ്ടങ്ങളിലൂടെ നടത്തും. അത് അല്പകാലത്തേക്കുള്ള പാടുകൾ അല്ലെങ്കിൽ ലഘുവായ കഷ്ടങ്ങൾ, 10 നാൾ ഉപദ്രവങ്ങൾ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. അന്ത നിത്യമയ്ക്ക് ശീർപ്പെടുത്ത വേണ്ടിയതാ ഇരിക്കുന്നത്. എന്നാൽ നിത്യതയിലേക്ക് നമ്മെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനാകുന്നു ഇത്. അത് ബലപ്പെടുത്ത വേണ്ടിയതാ ഇരിക്കുന്നത്. നമ്മെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി, അന്ത മഹിക്കാൻ മാറ്റ വേണ്ടിയതാ ഇരിക്കുന്നത്. നമ്മെ മഹത്വത്തിനായി നമ്മെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി. അതുപോലെ നമ്മുടെ ജീവിതത്തില് പാടുകൾ എതിർക്കാക വരുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ ശീർക്കയിടയിൽ തിരുത്ത വേണ്ടിയതാണ്. നമ്മുടെ തോൽവികളിൽ നിന്ന്, നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നാം തിരികെ വന്ന് യഥാസ്ഥാനപ്പെടേണ്ടതിനായി. അണപടിയാല് നമ്മുടെ ജീവിതത്തിലെ പാടുകൾ കഷ്ടങ്ങൾ വരുമ്പോൾ നാം സോർന്നു പോകും. ആകയാൽ എന്നാൽ ചിലപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകുന്നു. അതിനാല് ഉന്നെ സ്ഥിരപ്പെടുത്തുക. പാട് കഷ്ടങ്ങളെ ആണ്ടവർ കൊടുത്ത് പേജ് സ്ഥിരപ്പെടുത്തി ഉന്നെ ബലപ്പെടുത്തുക. എന്നാൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളുടെയും മധ്യത്തിൽ സർവകൃപാലുവായ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നു. നമ്മ ഇതിലോ എത്രയും പാടുകൾ മധ്യയില് ജപം പണി പാക്കുറോം, വാസം എടുത്ത് പാക്കുറോം, വേലക്കാരെ കൂട്ടിക്കൊന്ന് ജപിக்கிறோம். നാം എത്രയോ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം പ്രാർത്ഥിച്ചു നോക്കുന്നു, ഉപവാസം എടുക്കുന്നു, ശുശ്രൂഷകരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഒന്നും നടക്കാതെ വരുമ്പോൾ തളർന്നു പോകുന്നു. ജപമുമില്ല, ആവി നിറവില്ല,
ஒன்றுமில்லை. വീണ്ടും പ്രാർത്ഥനയില്ലാതെ ആത്മനിറവില്ലാതെ നിരാശപ്പെടുന്നു. ஆனபடியெல்லாம் போராட்டம் சோதனை வரும்போதுதான் நம்ம ஆழமா சிந்தித்து பார்க்க வேண்டும். അതുകൊണ്ട് പോരാട്ടങ്ങൾ പരിശോധനകൾ വരുമ്പോഴാകുന്നു നാം ആഴമായി ചിന്തിക്കേണ്ടുന്നത്. ஒருவேளை எல்லா பயிலும் உனக்கு போராட்டமா இருக்கலாம். ഒരു വിധത്തിൽ എല്ലാ ഭാഗത്തു നിന്നും നിനക്ക് പോരാട്ടം വന്നേക്കാം. ஆபகுக்கு 3:17-19 വാസിക്കും போது ഹബക്കൂക്ക് 3-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിച്ചാൽ, அத்திமரம் துளிர்வானம் போனாலும் திராட்சையில பலனற்று போனாலும் மாட்டு மந்தையில் ஒன்றுமில்லாமல் போனாலும் ஒழித்து போல ஒன்றுமில்லாமல் போனாலும், അത്തിവൃക്ഷം തളിർക്കാതെ പോയാലും മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ പോയാലും ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും நான் கர்த்தருக்குள் மகிழ்ச்சியா இருப்பேன். ഞാൻ യഹോവയിൽ ആനന്ദിക്കും. நான் கர்த்தருக்குள் மகிழ்ச்சியா இருப்பேன். ഞാൻ യഹോവയിൽ ആനന്ദിക്കും. அவர் என் கால்களை மானின் கால் போல மாற்றுவார். അവൻ എന്റെ കാലുകളെ പേടമാൻ കാൽ പോലെ ആക്കുന്നു. மான் கால் மேடு வெள்ளம் குதித்து வருகிறார் ரேசர். പേടമാൻ കാൽ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയനെ പോലെ എല്ലാ മേടുകളും കുന്നുകളും താണ്ടി ചാടി ഓടി വരുന്നു. எந்த போராட்டம் வந்தாலும் ஆவியில துள்ளிச்சாட வேண்டாம். ഏത് പോരാട്ടങ്ങൾ കടന്നു വന്നാലും നാം ആത്മാവിൽ തുള്ളിച്ചാടുന്നവരായിരിക്കണം. சோர்ந்து போக கூடாது. നാം ഒരിക്കലും തളർന്നു പോകരുത്. கஷ்டப்படக்கூடாது. നിരാശപ്പെടരുത്. எல்லாம் தேவனுக்கு தெரியும். എല്ലാം ദൈവത്തിന് അറിയാം. யோபுக்கு போராட்டம் வந்தது. യോബിന് പോരാട്ടമുണ്ടായി. சரியான போது അത് ശരിയായപ്പോൾ இரட்டிப்பான நன்மையை பெற்றுக்கொண்டான். ഇരട്ടിയായ അനുഗ്രഹങ്ങൾ നന്മകൾ மீட்பர் உயிரோடு இருக்கிறார். എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവനോടെ ഇരിക്കുന്നു. அந்நிய கண்களில் நானே காண்பேன். അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്നെ കൊണ്ടുപോട്ടാലും അവർ മേലെ നമ്പിക്കയായിരിപ്പേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഞാൻ ശോധിക്കപ്പെട്ടവർ പൊന്നാക മാറ്റപ്പെടുവേൻ. ഞാൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ மீட்பர் உயிரோடு இருக்கிறார். എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവനോടെ ഇരിക്കുന്നു. അവർ എന്നെ കൊണ്ടുപോട്ടാൽ അവർ മേലെ നമ്പിക്കയായിരിപ്പേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എല്ലാ പിശാചും വെക്കപ്പെട്ട് ഓടിപ്പോ. എല്ലാ പിശാചും ലജ്ജിച്ച് ഓടുവാനിടയായി. ചിത്തമില്ലാமல் ഒരു മുടിയും കൂടെ ഒന്നിലിருந்து വിഴുവതില്ല. ദൈവഹിതമില്ലാതെ നിന്നിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഒരു മുടി ഒന്നെ തൊട മുടിയാതെ. ഒരുവനും നിന്നെ തൊടുവാനും കഴിയുകയില്ല. ഒരു എறும்பு கூட അവനെ കടിക്ക മുടിയാതെ. ഒരു ഉറുമ്പ് കൂടെ നിന്നെ കടിക്കുകയുമില്ല. ഒരു കാറ്റോ പുയലോ അത് മുതൽ சொன்னமாதிரி അഗ്നി ഒന്നിനെ തൊട മുടിയാതെ. കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ മറ്റ് അഗ്നിജ്വാലയോ ഒന്നും നിന്നെ ബാധിക്കുകയില്ല. എല്ലാം വരலாம். ഇതൊക്കെ വരാം. അന്ത്യവരുടെ തീരുമാനത്തിൻപടി അழைക്കപ്പെട്ട സകലവും നന്മയ്ക്ക്. എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എവരെ മുൻകുറിത്താരോ ആരെ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അழைത്തിരിക്കാരോ ആരെ വിളിച്ചിരിക്കുന്നു. അനേക പാടുകൾക്കുൾ വഴിയാ നടത്തിനാർ. പല കഷ്ടങ്ങൾ വഴിയായി നടത്തി. ഇസ്രായേൽ ജനങ്ങളെ കാണാൻ കൊടുക്കപ്പെട്ട 40 വർഷം വനാന്തരത്തിൽ പോനാர்கள். ഇസ്രായേൽ മക്കൾക്ക് കനാൻ കൊടുക്കുന്നതിന് മുമ്പായി 40 വർഷം മരുഭൂമിയിലൂടെ പോകേണ്ടി വന്നു. അനേക കാര്യത്തിൽ ഒന്ന് ഭാഗമേ 8:14-16 വരെ ചൊല്ലുമ്പോത് ആവർത്തന പുസ്തകം 8-14 വാക്യത്തിൽ വായിക്കുമ്പോൾ ഭാഗമേ 8:2 ചൊല്ലപ്പെട്ടിരിക്കെ. ആവർത്തന പുസ്തകം 8:2 പറയുന്നു, ഉன்னுடைய தேவனாய கர்த்தர் உன்னை சிறுமைப்படுத்தி உன்னை வழி 40 വർഷം വഴി നടത്തുവാ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തി നിന്നെ മരുഭൂമിയിൽ 40 സംവത്സരം നടത്തിയ വിധം നീ ഓർക്കണം. മലയാളത്തിൽ തമിഴില് സിറുമപ്പെടുത്തു, ഒന്ന് പാടുപെടുത്ത്. തമിഴിൽ നിന്നെ കഷ്ടപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അതെ 14 ചൊല്ലപ്പെടും. ഉൻ ഇരിയത്തിലെ മേട്ടിമേ അടയാം. വാസി 14-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ. നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും ഈ കൽപ്പാറയിൽ നിന്ന് உன் தேவனாகிய கர்த்தர் உன்னை சிறுமைப்படுத்தும்படிக்கு தம்முடைய கட்டளைகளை நீ கைக்கொள்வாயோ கைக்கொள்ள மாட்டாயோ என்று அவர் உன்னை சோதித்து உன் இருதயத்தில் உள்ளதை நீ அறியும்படிக்கு உன்னை இந்த 40 வருஷம் வனவும் வனாந்தரத்தில் நடத்தி வந்த எல்லா வழியும் நினைப்பாயாக. உன் இருதயம் மேட்டிமை அடையாமல் உன் இருதயம் மேட்டிமை அடையாமலும் உன் அடிமைத்தன வீடாகி. പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഇരുതയം മേട്ടിമ ഇരിക്കക്കൂടാ. പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാകുന്നു ഹൃദയം നിഗളിച്ചു പോകുന്നത്. മേട്ടിമയ്ക്ക് ഒരു പോരാട്ടം. ആ ഹൃദയത്തിൽ ആ നിഗളം നിമിത്തമാകുന്നു പോരാട്ടമുണ്ടാകുന്നത്. തന്നില്ലാത്ത വനാന്തരം, വെള്ളമില്ലാത്ത മരുഭൂമി, തേളുകൾ, പാമ്പുകൾ, അഗ്നി, സർപ്പങ്ങളും തേളുകളും പോരാട്ടങ്ങൾ നടത്തി വന്ന ഈ പോരാട്ടത്തിൽ കൂടിയാകുന്നു ഇസ്രായേൽ മക്കളെ നടത്തിയത്. പിന്നാட்களை കർത്താൻ അനുവദിച്ചാൽ നീ മറക്കവേ മാറ്റാൻ നന്ദിയുള്ളവനായിരിപ്പാൻ. ഇങ്ങനെയൊക്കെ നടത്തിയാൽ മാത്രം
മാത്രമേ നിന്നെ പരീക്ഷിച്ച് നിന്റെ പിൻപിള്ള നാളുകൾ നിനക്ക് നന്മ നൽകി അനുഗ്രഹിപ്പാൻ കഴിയൂ. അത് എല്ലാം വരുമ്പോൾ നീ മറന്നു പോവായ്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തെ മറന്നു പോകുന്നു. മുഖ്യമാ ചൊല്ലപ്പെട്ടു താഴ്മയ്ക്ക് പഠിപ്പിക്കുന്നതാണ് വനാന്തരം. പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു, താഴ്മയെ പഠിപ്പിക്കേണ്ടതിനാകുന്നു ഈ മരുഭൂമി. അതുപോലെ നമ്മുടെ ജീവിതത്തില് താഴ്മതാം ഉരുവാക്കപ്പെടാൻ വേണ്ട, അതിനെല്ലാം പോരാട്ടം. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉരുവാകേണ്ടുന്ന സ്വഭാവം താഴ്മയാകുന്നു. അതിനുവേണ്ടിയാകുന്നു നമുക്കുള്ള പോരാട്ടം. ഒരു പോരാട്ടം വന്നാ നമ്മൾ ആരാய்ந்து பார்க்க വേണ്ട. ഒരു പരിശോധനകൾ പ്രതികൂലം വന്നാൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് പ്രമാണത്തെ കൈക്കൊണ്ടിരിക്കും വസന്തപടി ജീവിക്കണമല്ലേ ആരാய்ந்து பார்க்க വേണ്ട. വചനത്തിൻ പ്രകാരം ജീവിക്കുന്നവർ തങ്ങളെ തന്നെ ശോധന ചെയ്യണം. അതൻ പിൻപ് നമ്മുടെ ജീവിതത്തിലെ താഴ്മ കാണപ്പെട വേണ്ട. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അധികമായി താഴ്മ കാണപ്പെടണം. അതിന് മേട്ടിമ ചിന്തയിൽ കൂടെ വരക്കൂടാ. അത് നികളമായ ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നു, അഥവാ ചിന്തയിൽ കൂടി നികളം വരരുത്. പെരുമയില് കർത്തർ എതിർത്ത് നിൽക്കാർ. നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. இந்த സ്വയം പെരുമ ഇച്ച இந்த മൂന്നില് നമ്മുടെ സ്വയം പെരുമ മുഖ്യமான ഒരു കാര്യം. സ്വയവും നികളവും മോഹവും എന്നുള്ള മൂന്ന് കാര്യങ്ങളിൽ സ്വയവും നികളവുമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വയം ഇരിക്കുമ്പോൾ നിശ്ചയം പെരുമ ഇருக்கு. സ്വയം ഉണ്ടെങ്കിൽ നിശ്ചയമായും നികളമുണ്ട്. ആനപടിയിലാണ് കർത്തർ നമ്മളെ നടത്തുகிறார். അതുകൊണ്ടാകുന്നു ദൈവം നമ്മെ നടത്തുന്നത്. സ്വയവും പെരുമ ഇരുന്നാ മറുപട മുടിയുമോ, രാജ്യം പോകാൻ മുടിയുമോ? ആകയാൽ അപ്രകാരം സ്വയവും നികളവും ഉണ്ടെങ്കിൽ രൂപാന്തരം പ്രാപിപ്പാൻ കഴിയുമോ? കർത്താവിന്റെ രാജ്യത്തിൽ പോകാൻ കഴിയുമോ? അതുപോലെ ആനപടിയിലാണ് നമ്മുടെ പെരുമയിലും സ്വയങ്ങളും ഉടയ്ക്ക മുടിയാൻ ഉത്തരം കൊണ്ടുവരുகிறார். അതുകൊണ്ടാകുന്നു പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയത്തെയും നമ്മുടെ നികളത്തെയും ഉടയ്ക്കേണ്ടതിനാകുന്നു ദൈവം പല കഷ്ടങ്ങളും അനുവദിക്കുന്നത്. നാം തന്നെ താഴ്ത്തും പോത് നമ്മളെ വെറുമയാക്കി വരുമ്പോൾ നമ്മുടെ മறைவான കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുപ്പാർ. എന്നാൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ദൈവം വെളിപ്പെടുത്തി തരും. അവരാളെ പറ്റി ആവശ്യമില്ല, ഒരുവനും ബോധിക്ക വേണ്ടിയ ആവശ്യമില്ലയേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അതിക്ക് പിറകെ നമ്മള് കൊഞ്ചം കൂടെ പാടുകളിൽ പോകുമ്പോൾ അതിനുശേഷം വീണ്ടും നാം കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോൾ നാം ഒപ്പുകൊടുക്കുമ്പോൾ കേട്ട് ഒരു അഭിഷേകത്തെ തരുகிறார். നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു അഭിഷേകം ദൈവം തരും, ഒരു കൃപയെ തരുகிறார். ദൈവം കൃപ നൽകും, ഒരു വെളിപ്പെടുത്തൽ തരുகிறார், ഒരു വെളിപ്പാട് നൽകും. അപ്പൊ അവരെ പോലെ പൂർണ്ണമാക്ക മുടിയാ നമ്മുടെ മണവാട്ടിയുടെ സ്ഥാനത്തേക്ക് സ്വഭാവങ്ങൾ താഴ്മകൾ இப்படிப்பட்ட കാര്യങ്ങളെ കണ്ട് താമേ മാറുவோം. ഇപ്പോൾ യേശുവിന്റെ മണവാളനായ യേശുവിന്റെ താഴ്മയും അവന്റെ സ്വഭാവ ഗുണങ്ങളും കണ്ട് നാമും അവനെ പോലെ മാറുവാനിടയാകും. 40 ആണ്ട് കാലമാ വനാന്തരം നടത്തിയ പിൻപുதான் കാനാനുക്കുള്ള പോയി പ്രവേശിத்தார்கள். 40 ഭയങ്കരമായ വർഷങ്ങൾ മരുഭൂമിയിൽ നടത്തിയതിനു ശേഷമാകുന്നു അവരെ കനാനിൽ കൊണ്ടുപോയി ചേർത്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തില് ഒവ്വൊരു കുടുംബത്തിലും പലവിധமான പ്രശ്നങ്ങൾ ഉണ്ട്. ആകയാൽ നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ പല കുടുംബങ്ങളിലും പലവിധമായ പ്രശ്നങ്ങളുണ്ടല്ലോ. വ്യാധി മറ്റുമല്ല, രോഗം മാത്രമല്ല, പിള്ളേരെ കുറിച്ച് വേദന, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദനകൾ, തൊഴിലെ കുറിച്ച് വേദന, ജോലിയെ പറ്റിയുള്ള ഭാരങ്ങൾ, മറ്റേ മனைவிയെ കൊണ്ട് പോരാട്ടം, ഭാര്യയെ കൊണ്ടുള്ള പോരാട്ടം, വരുമാനങ്ങളില്ല, വരുമാനമില്ലാത്തതുകൊണ്ടുള്ള ഒരു വഴി, ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിധത്തിൽ നിന്നെ പരിശോധിക്കുന്നു. മനസ്സ് ആലോചന എടുക്കക്കൂടാ. അതുകൊണ്ട് നാം മനുഷ്യന്റെ ആലോചന കൈക്കൊള്ളരുത്. ദേവ സമൂഹത്തിക്ക് പോക വേണ്ട, ദൈവത്തിന്റെ സന്നിധിയിൽ പോകണം. ദേവ സമൂഹത്തിക്ക് പോക വേണ്ട, ദൈവസന്നിധിയിൽ പോകണം. ദാനിയേലും കൂടെ അപ്പടിதான் പ്രശ്ന നേരത്തില് ദേവ സമൂഹത്തിലും മുളങ്കാട് പടിയിട്ടാൻ. ദാനിയേലും അപ്രകാരമായിരുന്നു. ആ കഷ്ടത്തിന്റെ സമയത്ത് അവൻ ദൈവസന്നിധിയിൽ പതിവ് പോലെ മുഴങ്കാൽ മടക്കി. അവനക്ക് ശരിയാനപടി വെളിപ്പെടുത്തൽ കിടത്തത്, ശരിയായ ഒരു വെളിപ്പാട് അവനുണ്ടായി. അവനുடைய അറിക്കை என்ன, അവന്റെ ഏറ്റുപറച്ചിൽ എന്തായിരുന്നു? ദാനിയേൽ 9:3 ദാനിയേൽ 9:20 വായിക്കും പോലെ, ദാനിയേൽ 9:3 9:20 വായിക്കുന്നു. അവൻ തന്റെ പാപങ്ങളും പിതാക്കളുടെ പാപങ്ങളും കൂടെ അറിക്കയിട്ടാൻ. തന്റെ തെറ്റുകളും പിതാക്കന്മാരുടെ തെറ്റുകളും കൂടി ദാനിയേൽ ഏറ്റുപറയുവാനിടയായി. ശരിയാനപടി താഴ്മ இருக்குமான അവനെ ശുദ്ധീകരിக்க முடியா ആവിയാനവർ പാവരിക്കയില ആഴമാ കൊടുപ്പാർ. ശരിയായ വിധത്തിൽ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ എങ്ങനെ പറയിപ്പിക്കണമോ അപ്രകാരം ചെയ്യിപ്പിക്കും. സിംഹക്കെവിളിൽ ഉലാവിക്കൊണ്ടിരുന്നാൻ, അവൻ സിംഹത്തിന്റെ ഗുഹയിൽ ഉലാവിക്കൊണ്ടിരുന്നു. കർച്ചിയിലെ കർത്തർ വിടുവിത്താർ. എന്നാൽ അവസാനം ദൈവം അവനെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നു. 9:23 പ്രിയமான പുരുഷനായ ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ വേണ്ടിക്കൊള്ളുന്ന കട്ടള പ്രവചിക്കപ്പെട്ടത്, നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടിയുള്ള ഉത്തരം കടന്നു വന്നിരിക്കുന്നു. അവൻ 3ാം അധികാരിയായി ഉയർത്തപ്പെട്ടാൻ.
മൂന്നാമത്തെ അധികാരിയായി ഉയർത്തപ്പെട്ടു. அவனால யூத குலத்துக்கே மேன்மை உண்டாயிற்று. ഈ ദാനിയേലിനെ കൊണ്ട് യഹൂദ വംശത്തിന് തന്നെ ശ്രേഷ്ഠത ഉയർച്ച ഉണ്ടാകുവാൻ தாழ்மையுள்ள மனுஷனாயிருந்தான். അവൻ താഴ്മയുള്ള தாழ்மை മനുഷ്യനായി. பற்றி எனக்கு பேச நேரம் இல்ல. ഇതിനെപ്പറ്റി ഇനി സംസാരിപ്പാൻ സമയമില്ല. இன்றைக்கு எந்த காரியமா இருந்தாலும் சரி, ഇന്ന് എന്ത് தன் കാര്യമായിരുന്നാലും பிழைகளை உணர்வன் யார்? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? தாவீதானே தன் பிழைகளை உணர்வன் யார்? ദാവീദ് ചോദിക്കുന്നു, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? உணர்ந்து நான் சரியில்லைன்னு சொல்லும்போது ஆவியானவர் சரியாக்குவார். ആകയാൽ നാം ഞാൻ ശരിയല്ല എന്ന് നമ്മെ തന്നെ സമ്മതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ശരിയാകും. ஒரு ஆயனும் பரிசேயனும் ஜெபம் பண்ணாங்க. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പ്രാർത്ഥിച്ചു. ஒரு உண்மையான நீதிமான் மாதிரி தான் இவர் பரிசேயன் ஜெபம் பண்ணான். പരീശൻ പ്രാർത്ഥിച്ചത് ഒരു യഥാർത്ഥ നീതിമാനെ പോലെയാകുന്നു. நல்ல தைரியம் இருந்தது. നല്ല ധൈര്യമുണ്ടായിരുന്നു. தசமாம் கொடுக்கிறேன், வாசம் எடுக்கிறேன், எல்லாம் செய்யறான். ദശാംശം കൊടുക്കുന്നു, വാസം എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. எல்லாம் பெஸ்ட், எல்லாம் சரியா இருந்தது. എല്ലാം നല്ലത് തന്നെ. அவனை போல இல்ல, இவனை போல இல்ல, எல்லாம் சொன்னான். അവനെ പോലല്ല, ഇവനെ പോലല്ല, എല്ലാം പറഞ്ഞു. തന്നെ பார்க்கவில்லை. എന്നാൽ തന്നെ ശോധിച്ചില്ല. என்ன சொல்ல முக்கியமா തന്നെ താഴ്ത്തவில்லை. എന്നാൽ യേശു പ്രധാനമായി പറഞ്ഞ എന്താണോ, അവൻ തന്നെ താൻ താഴ്ത്തി. തന്നെ താഴ്ത്തപടിയാ ഉയർത്തപ്പെട്ടാൻ. എന്നാൽ തന്നെ താൻ താഴ്ത്തിയവനോ ഉയർത്തപ്പെട്ടു. നിങ്ങൾ ഇന്ത്യക്കാത നമ്മൾ തന്നെ താഴ്ക്ക വേണം. ആകയാൽ പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരാകണം. 103 சங்கீதம் 14 வசனத்தில் தாவீது என்ன சொல்கிறான்? 103 സങ്കീർത്തനം 14 വാക്യത്തിൽ ദാവീദ് എന്ത് പറയുന്നു? 13 வசனத்தில் 13 വാക്യത്തിൽ അവൻ ഉരുവം നമ്മുടെ ഉരുവം ഇന്നെന്ന് അറിവാൻ മൺ എന്ന് നിனைவு കൂറുகிறார். അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. 14 വാക്യം. അവൻ என்ன ചിന്തിக்கிறான்? എന്നാൽ എന്ത് ചിന്തിക്കുന്നു? ഓ என்னுடைய മുർപിതാക്കൾ இந்த ആദാം മണ്ണിലിருந்து വന്നവർ தானே. എന്റെ പൂർവ്വപിതാവായ ആദാം തെറ്റ് ചെയ്തല്ലോ, മണ്ണിലിருந்து എടുക്കപ്പെട്ടു. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു. யாரா ചിന്തിച്ചു பார்க்கறான்? മുർപിതാക്കൾ யாரு? എന്റെ പൂർവ്വപിതാവാര്? അവർ എപ്പിപ്പെട്ട വാനത്തിൽ இருந்தா എപ്പിപ്പെട്ടവൻ? അവൻ സ്വർഗത്തിൽ നിന്ന് വന്നു. എങ്ങനെയാകുന്നു? മണ്ണാല ഉണ്ടവൻ. അവൻ മണ്ണിൽ നിന്ന്, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. யாரா எந்த ராஜாவா இருந்தாலும் ആകയാൽ ഏത് വലിയ രാജാവായിരുന്നാലും மண் மண் എല്ലാവരും പൊടിയാകുന്നു. 2 கொரிந்தியர் 4:7 പൗലോസ് എന്ന് சொல்கிறார். 2 കൊരിന്ത്യർ 4:7 പൗലോസ് എന്ന് പറയുന്നു, இந்த மகத்துவமான வல்லமையை இந்த மண் பாண்டங்களை பெற்றிருக்கிறோம். എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ നൽകിയിരിക്കുന്നു. വരം பெற்றவர், എത്രയോ കൃപ പ്രാപിച്ചവൻ, വല്ലമയുള്ളവർ, എത്രയോ ശക്തിയുള്ളവൻ, பெற்றவர், എത്രയോ കൃപ പ്രാപിച്ചവൻ, എത്രയോ വെളിപ്പാട് പ്രാപിച്ചവൻ. മണ്ണെന്ന് சொல்கிறார். ഈ പ്രകാരമുള്ള വ്യക്തി പറയുന്നു, ഞാൻ മൺപാത്രമാകുന്നു. അതിനാലதான் ഒരു വല്ലമயான ഒരു അഭിഷേകം, അതുകൊണ്ട് ശക്തിയേറിയ ഒരു അഭിഷേകം തനിക്കുണ്ടായിരുന്നു. കൃപയെ കൊടുത്തു. ഒരു ജയം കൊണ്ട പുരുഷനാ മാറ്റിനാ, ഒരു ജയം പ്രാപിച്ച പുരുഷനായി മാറി. എങ്ക താഴ്മ ഉറവിടം ഇരിക്കോ അങ്ങ് മഹിമയിൽ പോയി ചേരുവാർ. എവിടെ താഴ്മയുണ്ടോ അവർ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ ഇടയാകും. തമ്മെ താമി വെറുമയാക്കി അടിമ രൂപമെടുത്ത ആർ തന്നെ താഴ്ത്തി ദാസന്റെ രൂപമെടുത്തോ. അതിനപ്പടിയാല രക്ഷിപ്പിൻ അധിപതിയെ അനേക ഊഹത്തിൽ കൊണ്ടുപോയിരുന്നു. ആകയാൽ രക്ഷാനായകനെ അനേക കഷ്ടങ്ങളിലൂടെ നടത്തിക്കൊണ്ടുവന്നത് യുക്തമായിരുന്നു. ഉത്തരം വരുമ്പോൾ വേദനപ്പെടക്കൂടാതെ. ആകയാൽ നിങ്ങൾ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ചിത്തമുള്ള ഒരു മുടിയെ കീഴെ വീഴുത്. എന്റെ ഹിതമില്ലാതെ നിന്റെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. മുറുമുറുക്കുകയോ കേൾവിപ്പെടോ സ്വന്തപ്പെടക്കൂടാതെ. നിങ്ങൾ പെറുപെറുക്കുകയോ നിങ്ങൾ അതിന് ചോദ്യം ചെയ്യുകയോ അരുത്. ദൂതൻ ഉന്നോട്ട് ഇരിക്കുകയാൽ കർത്താവിന്റെ ദൂതൻ നിന്നോടുകൂടെയുണ്ട്. കണ്ണുകൾ അഗ്നിജ്വാല കണ്ണുകൾ ഉലാവിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കത്തുള്ളതാകുന്നു. അത് നിന്റെ ജീവിതത്തിൽ ഉലാവുന്നു. ഭൂമി എങ്ക ഉന്നുடைய കുടുംബം എങ്ക ഇരുന്നാലും ശരി എങ്ക പോണാലും ശരി, ഭൂമി എല്ലായിടവും അത് ഊടാടി സഞ്ചരിക്കുന്നു. നീയോ നിന്റെ കുടുംബമോ എവിടെയായിരുന്നാലും അങ്ങേ അവിടെ കണ്ണുണ്ട്, അങ്ങേ അവരും ഉണ്ട്. അവിടെ അവനുണ്ട്, അവന്റെ കണ്ണുകളും ഉണ്ട്. വാഗ്ദത്തമുണ്ട്, അവന്റെ വാഗ്ദത്തം. ഞാൻ ഉന്നോട് കൂടെ ഇരുപ്പേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഉന്നെ കൈവിടുമില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കരത്തിനാലെ മറച്ചിരിக்கிறேன், എന്റെ ഉള്ളം കരങ്ങളിൽ നിന്നെ മറച്ചിരിക്കുന്നു. 10:27 என்ன சொல்லப்பட்டது? ഞാൻ 10:27 എന്ത് പറഞ്ഞിരിക്കുന്നു? എൻ കയ്യിലെ മറച്ചിരിക്കും ഒരുവനും പറിച്ചുകൊണ്ട് പോക முடியாது. എന്റെ കൈകളിൽ ഇരിക്കുന്നതിനെ ആർക്കും പിടിച്ചു പറിപ്പാൻ സാധ്യമല്ല. സോദനവരെല്ലാം ഒന്നും കടയിൽ ഒന്നും അണുകാതെ ജയമായിരിക്കും. ആകയാൽ പരിശോധനകളും കഷ്ടങ്ങളും ഒക്കെ വരാം, എന്നാൽ കർത്താവിന്റെ കരങ്ങളിലാകുന്നുവെങ്കിൽ നമ്മൾ ജയമായി തീരും. താഴ്മയില്ലാത്ത മനുഷ്യരുടെ നിലവാരം എന്നെ தெரியுமா? എന്നാൽ താഴ്മയില്ലാത്തവരുടെ അവസാനം നിലവാരം എന്തായിരിക്കുമെന്ന് അറിയാമോ? എല്ലാവർക്കും தெரியும். നെബൂഖദ്നേസറിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കെട്ടിന ബാബിലോണല്ലവാ, ഞാൻ പണിത മഹദിയാം ബാബേലല്ലയോ? നെബൂഖദ്നേസറേ രാജഭാരം ഉന്നെ വിട്ട് നീങ്ങിട്ട്
போயிடுச்சு. നെബൂഖദ്നേസരേ, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിപ്പോയിരിക്കുന്നു. வனாந்தரத்துக்கு போனா மிருகம் போல சஞ்சரித்தான். അവൻ കാട്ടിൽ പോയി ഒരു മൃഗത്തെ പോലെ ആയിത്തീർന്നു. பின்ன புத்தி வந்தது. വീണ്ടും ബുദ്ധി ജ്ഞാനവും അവന് വന്നു. மீண்டும் தான் ராஜபாரம் கொடுக்க. പിന്നീടാകുന്നു അവന് രാജ്യത്വം കൈവന്നത്. பாவம் பெரிய பாவம் பெருமை. ആകയാൽ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാകുന്നു നിഗളം. அது எல்லா மனுஷருக்கும் இருக்கும். உடனே அடிக்கணும். എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഉടൻ തന്നെ കരഞ്ഞ് ഏറ്റുപറയണം. ஒரு நிந்த வந்தாலும் அவமானம் வந்தாலும் நஷ்டம் வந்தாலும் சரி, ഒരു നിന്ദയോ കഷ്ടമോ അപമാനം വന്നാലും எந்த பாவம் வந்தாலும் உடனே அங்க சுத்திகரிக்க வேண்டாம். ഉടനെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. தாழ்மையில் இருந்தா கர்த்தர் நம்மோடு இருக்கிறார். താഴ്മയുണ്ടെങ്കിൽ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കും. அவங்கதான் ஒரு பூர்ணத்துக்குள்ள போக முடியும். അവിടെയാകുന്നു അങ്ങനെയുള്ളവർക്കാകുന്നു പൂർണ്ണതയിലേക്ക് പോകാൻ കഴിയുന്നത്. பிலிப்பியர் 2:7 சொல்லப்பட்டிருக்கு. எபிரேயர் 5:7-9 வரை சொல்லப்பட்டிருக்கு. ഫിലിപ്പിയർ 2:7 എബ്രായർ 5:7-9 വരെയും പറഞ്ഞിരിക്കുന്നു. அவர் பூர்ணப்பட்டவர்களா மாற்றப்பட்டார். ആകയാൽ അവർ പൂർണ്ണതയിലേക്ക് മാറ്റപ്പെടുന്നു. இன்றைக்கு நம்ம ஜீவியத்துல யாரோட என்ன பேசி இருக்கிறார்? നാം ജീവിതത്തിൽ ആരോട് എന്ത് நான் സംസാരിച്ചിരിക്കുന്നു? இவ்வளவு வாக்கு பேசணும்னு எனக்கே தெரியாது. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. எனக்கே தெரியாது. ഇത്രയും സംസാരിച്ചത് എനിക്കറിയില്ല. எனக்கு என்னவும் தெரியாது. உங்களை பத்தி எனக்கு നിങ്ങളെ പറ്റി എനിക്കും അറിയില്ല. கர்த்தர் பேசியிருந்தா கீழ்ப்படிவானா 100 ஆச்சரியம். ദൈവം സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അനുസരിക്കുക. 100 മടങ്ങ് അനുഗ്രഹം പ്രതിഫലം അവൻ തരും. முன்னால போகும்போது தூதன் உன்னோட வருவார். നീ പോകുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു ദൂതൻ നിനക്ക് മുമ്പായി പോകും. உனக்கு முன்பாக உன் வீட்டுல நீ காணலாம். നിനക്ക് മുമ്പിൽ തന്നെ ചെല്ലുന്നതിന് മുമ്പ് വീട്ടിൽ பிள்ளைகளை காணலாம். നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണാം. வேலைக்காரில் காணலாம். നിന്റെ ഔദ്യോഗിക മേഖലയിൽ കാണാം. நேசர் 14 சிறந்தவர். എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ. அப்படிப்பட்டதா இயேசுதான் நாம். അപ്രകാരമുള്ള ജനമാകുന്നു നാം. அப்படிப்பட்ட மனவாட்டி கூட்டத்தார் நாம். അങ്ങനെയുള്ള മണവാട്ടി ജനമാകുന്നു നാം. எல்லாம் கண்களை மூடுவோமாக. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. எல்லாம் കണ്ണുകളെ മൂടുமாக. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നൽകിയല്ലോ വരും കഷ്ടം സഹിപ്പാൻ ഈ മരുഭൂമി യാത്രയിൽ ഞാൻ നൽകിയല്ലോ വരും കഷ്ടം. எல்லாம் எழுவோம். എല്ലാവരും എഴുന്നേൽക്കുക. വിശ്വാസികൾ എഴുന്നേൽക്കുക. எல்லாம் கண்களை மூடுங்க. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക.
എന്ന് എന്നോട് കാട്ടുகிறாർ. ഇന്ന് രാത്രിയും അനേകർ ഇതിനായി സമർപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുത്തുന്നു. பூரணமா நீ ஒப்பு கொடுக்கவில்லை, പൂർണ്ണമായി നീ ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. என்னுடைய ஆவியை உன்னை நிறைக்கும்படியாக நீ ஏற்றுக் கொண்டு இருக்கிறாய். എന്റെ ആത്മാവ് നിന്നെ നിറയ്ക്കേണ്ടതിനായി കടന്നു വരുന്നു, നീ അനുവദിക്കുന്നില്ല. ஏறத்தாலும் பகுதி மேல காணப்படுறாங்க. എന്നാൽ പകുതിയിൽ കൂടുതൽ അപ്രകാരം കാണപ്പെടുന്നു. கர்த்தர் உன்னை சீர்படுத்துற நேரம் ഇത് ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയമാണ്. உன்னை സ്ഥിരപ്പെടുത്തുற நேரம், നിന്നെ സ്ഥിരമാക്കുന്ന സമയമാണ്. எல்லாம் பலப்படுத்துற நேரம், നിന്നെ ബലപ്പെടുത്തുന്ന സമയമാണ്. வேகமா பெற்றுக்கொள். ആകയാൽ നീ ഇത് പെട്ടെന്ന് கர்த்தர் പ്രാപിച്ചുകൊള്ളുക. உன்னோட பேச போகிறார். ദൈവം നിന്നോട് സംസാരിപ്പാൻ ஒரு പോകുന്നു. புதிய வளமை தர போகிறார். പുതിയ ശക്തി നിനക്ക് തരും. உன்னை താഴ്ത്തി വിരുന്നിയാക്ക്. നിന്നെ തന്നെ താഴ്ത്തി നീ ഒന്നുമില്ലാതാക്കുക. നൽകിയല്ലോ വരും പ്രശംസ കങ്ങളമോടെ ഭൂമിയാത്രയിൽ ഞാൻ നൽകിയല്ലോ വരും പ്രശംസ ഈ മരുഭൂമിയാത്രയിൽ 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 ഞാൻ നൽകിയല്ലോ நான் உனக்கு சாத்தானே ஏற்று போராட ஒரு சர்வாயுதம் கொடுக்க போகிறேன். ഇന്ന് രാത്രി മുതൽ സാത്താനോട് നീ എതിർക്കേണ്ടതിനായി നിനക്കൊരു സർവായുധ വർഗം ഞാൻ തരുന്നു. நீ நித்தியமா நான் சாத்தானை தலை நசுക്കുന്നത് പോലെ നീ നശിക്കുവായി. ഞാൻ പിശാചിന്റെ തലയെ തകർത്തതുപോലെ ചതച്ചതുപോലെ നിനക്കും കഴിയും. என் பிதாவாகிய தேவன் எனக்கு அதிகாரம் கொடுத்த நான் உனக்கு கொடுக்கிறேன். എന്റെ പിതാവായ ദൈവം എനിക്ക് അധികാരം തന്നതുപോലെ ഇന്ന് രാത്രി ഞാനും നിനക്ക് അധികാരം തരുന്നു. சத்துரை நிர்மூலமாக்குவாய். ആകയാൽ ശത്രുവിനെ നിർമൂലമാക്കുക. எல்லா வளமே பெற்றுக்கொள். എല്ലാവരും ദൈവശക്തി പ്രാപിച്ചുകൊള്ളുക. நான் ஆண்டவர் சொல்ற உனக்குள்ள அக்னி மருவத்தின் ஆவியை நான் கொண்டு வந்திருக்கேன், எல்லாம் மாற்ற போகிறேன். ഞാൻ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, എല്ലാവരെയും രൂപാന്തരപ്പെടുത്തേണ്ടതിനായി അഗ്നിയുടെ ജ്വാലയായി രൂപാന്തരത്തിന്റെ ശക്തി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ஒரு மருவத்தின் ஆவி, ഒരു രൂപാന്തരത്തിന്റെ ആത്മാവ്, ஒரு மருவத்தின் ஆவி, ഒരു രൂപാന്തരത്തിന്റെ ആത്മാവ്. எல்லாம் சரீரத்தை விட்டுக்கொடு. നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുക. சரீரத்தை விட்டுக்கொடு. നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുക. ஆவியில மறுவப்படு. ആത്മാവിൽ മറുരൂപമാകുക. சேவான பாவி எல்லாம் தரிசனத்தை காண்பாய். നിങ്ങൾ ദൈവത്തിന്റെ ദർശനങ്ങൾ കാണും. சேவானை போல സ്തേഫാനോസിനെ പോലെ ദിവ്യ ദർശനങ്ങൾ കാണും. மாற்றிக்கொண்டிருக்கிறார். പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഉലാവുന്നു. சரீரத்தை விட்டுக்கொடு. ശരീരത്തെ വിട്ടുകൊടുക്കുക. அடக்கி கொள்ளாத. നീ നിന്നെ തന്നെ അടക്കേണ്ട. உன்னை அடக்கி கொள்ளாத. നിന്നെ തന്നെ നീ നിയന്ത്രിക്കേണ്ട. எல்லாம் விட்டுக்கொடு. പൂർണ്ണമായി വിട്ടുകൊടുക്കുക. உன்னை தூக்கி வீசட்டும். പരിശുദ്ധാത്മാവ് നിന്നെ തൂക്കി എറിയട്ടെ. அப்படி ஒரு அபிஷேகம் உண்டு. അപ്രകാരം ഒരു അഗ്നി അഭിഷേകമുണ്ട്. நீ சாத்தானை ஜெயிக்க முடியும். എന്നാൽ മാത്രമേ പിശാചിനെ ജയിപ്പാൻ കഴിയൂ. நீ ஜெய ஜீவித்துக்கு வழி போக முடியும். അങ്ങനെയെങ്കിൽ മാത്രമേ ജയ ജീവിതത്തിലേക്ക് നിനക്ക് പോകുവാൻ കഴിയൂ. അഭിഷേകം ഇറങ്ങി വരുന്നത്. അപ്രകാരം ഒരു അഭിഷേകം ഇന്ന് രാത്രികാലം നിനക്കായി ഇറങ്ങി വരുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുതിയ ശക്തി. பாருங்க, இந்த வல்லமைய ആശീർവാദത്തെ പെറാൻ മുടിയാതെ പിശാച് ക്രിയ ചെയ്താൽ നോക്കുക, ഈ അനുഗ്രഹം നീ പ്രാപിക്കാതിരിക്കേണ്ടതിന് വിധത്തിൽ പിശാച് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും പോരാടുന്നു. ഒരു അന്ധകാര ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഒരു അന്ധകാരം നിനക്ക് ജീവിതത്തിന് വിരോധമായി പോരാടുന്നു. അവളെ മേற்கொள்வாயாக. എന്നാൽ അതിനെ ജയിക്കുക. ദേവന്റെ വല്ലമ ഇറങ്ങട്ടോ. ദൈവശക്തി നിനക്കായി ഇറങ്ങുന്നു. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം.